ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ശരത്ജി, കുറേ കാലമായിട്ടുള്ള ആഗ്രഹമാണ് ശരത്ജി നേരിട്ടൊന്ന് കണ്ട് സംസാരിക്കുക എന്നുള്ളത്. കാരണം ഈ സോഷ്യൽ മീഡിയയുടെ നമ്മൾ സോഷ്യൽ മീഡിയയെ പറ്റിയൊക്കെ പലപ്പോഴും നെഗറ്റീവ് പറയും, പക്ഷേ എനിക്ക് പോസിറ്റീവ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതിപ്പോൾ ഇന്നാൾ ആരോ ഒരാളുടെ ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞപ്പോൾ ഒരു ഗ്രാമത്തിലേക്ക് ഒരാൾ ചെന്ന് കഴിഞ്ഞപ്പോഴേ ഇവിടെയൊക്കെ ആൾക്കാരൊക്കെ എങ്ങനെയുണ്ട്, ഓ തീരെ മോശം, എന്നാൽ ഞാൻ ഇങ്ങോട്ട് വരണില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ അയാൾ പോയത്. അത് കഴിഞ്ഞിട്ട് വേറെ ആൾ ഇങ്ങനെ ആ ഗ്രാമത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ആൾക്കാരൊക്കെ എങ്ങനെയാ, ആ മോശമാണ് എന്നാലും ഞാൻ വരാം. എന്നിട്ട് ആ ഗ്രാമത്തിലെ ആൾക്കാരൊക്കെ നന്നായി. അപ്പോൾ അങ്ങേപ്പുറമുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ബാക്കി അല്ല, ഞാൻ പറയുന്നത് ഗുരുവായൂരപ്പൻ്റെ ഭാഗ്യം, ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നേരിട്ട് കിട്ടിയിട്ടുള്ള ആളാണ് എന്ന് ഞങ്ങൾക്കറിയാം. അപ്പം അങ്ങ് എന്ത് പറഞ്ഞാൽ ഞങ്ങൾക്കറിയാം. കാരണം ഈ നമ്മൾ സാഹിത്യ ഭാഷയിൽ നിർഗളം എന്ന് പറയും പോലെ വ്യാസപീഠത്തിൽ നിന്ന് അങ്ങ് പറയുന്ന കാര്യങ്ങൾ എല്ലാം മനസ്സിലായെന്നൊന്നും ഞാൻ അഭിമാനിക്കുന്നില്ല. അപ്പം അങ്ങ് പറയുന്ന പോലെ ഒരു ഒഴുക്ക് പോലെ ഇത് കേട്ടാൽ തന്നെ മതി, ഇത് മുഴുവൻ ഇരുന്ന് മനസ്സിലാക്കാനോ കുറിച്ചെടുക്കാനോ നോക്കണ്ടെന്നും കൂടെ അങ്ങ് പറയും അല്ലേ. അത് സ്വാമി ചിന്മയാനന്ദനും പറയുന്ന ഒരു കാര്യമാണ്. ശരി. അപ്പോൾ അത് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഗുരുവാണ് സ്വാമി ചിന്മയാനന്ദൻ. അങ്ങ് എത്ര വയസ്സുള്ളപ്പോഴാണ് അങ്ങേക്ക് സ്വാമി ചിന്മയാനന്ദനെ കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒരു കോണ്ടാക്റ്റ് ഉണ്ടോ? 2-2.5 വയസ്സുള്ളപ്പോൾ, അത്രയാണ് പ്രായം. ഞാൻ എൻ്റെ അമ്മയുടെ അമ്മാവനായിരുന്നു IG VN രാജൻ. എമർജൻസി സമയത്തൊക്കെ IG ആയിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് നേവ്യൂ ആയി, അതായത് അദ്ദേഹത്തിൻ്റെ ഒടുവിലത്തെ അനിയത്തിയുടെ പേരാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അവർ കോങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് അവർക്ക് ഒരു എസ്റ്റേറ്റും വീടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ സ്വാമിജി വരും. സ്വാമിജി, ഗുരുവായൂരപ്പദാസ്, ഡോക്ടർ വിജയൻ, ശ്രീ വിദ്യാഭാസ്കരൻ ഉണ്ടായിരുന്ന അദ്ദേഹം, അങ്ങനെ അനവധി മഹാത്മാക്കളവിടെ വരാറുണ്ട്. അപ്പോൾ അമ്മാമ്മ അവിടെ വീട്ടിൽ എൻ്റെ ഓർമ്മയിൽ അന്ന് സ്വാമിജി അവിടെ വീട്ടിലുണ്ട്. അനവധി പേര് കാണാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞതിന് ശേഷം സ്വാമിജി അവിടെ ഒരു സെക്കൻഡ് ഒരു തളവും അവിടെ ഒരു കസേരയിൽ ഇരുന്നിട്ട് എല്ലാവരുടെ അടുത്തും സംസാരിച്ചുകൊണ്ടിരിക്കുക. എല്ലാവരും നിലത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മെല്ലെ മൂപ്പരുടെ അടുത്ത് ഇരുന്നു. അപ്പോൾ പുള്ളി ഇങ്ങനെ ചേർത്തുന്നത് ഞാൻ മെല്ലെ മടി കയറിയിരുന്നു. ഇതൊക്കെ എനിക്ക് വേഗം ഓർമ്മയാണ്. അമ്മ പറഞ്ഞിട്ടുള്ളതായിരിക്കും ഇത് കൂടുതൽ. എന്നാലും എനിക്ക് ആ അദ്ദേഹത്തിൻ്റെ ഒരു ശബ്ദം എനിക്ക് ഓർമ്മയുണ്ട്. അതാണ് അത് ഞാൻ പറയാം. അങ്ങനെ മടി കയറുന്നു. കുറച്ച് ഈ താടി നല്ലോണം. എൻ്റെ അമ്മ മുടി പിന്നുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം. അമ്മ മുടി പിന്നുമ്പോൾ ഞാൻ പോയിട്ട് അമ്മയ്ക്ക് മുടി പിന്നിടുമ്പോൾ ഞാൻ പോയിട്ട് പിന്നാലെ സഹായിക്കാറുണ്ട്. ഞാൻ സ്വാമിജിയുടെ താടി അങ്ങോട്ട് പിന്നി ബ്രൈഡ് ചെയ്തു. താടി പിന്നി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് സ്വാമിജി ശ്രദ്ധിച്ചത്. മറ്റുള്ളവരുടെ സംസാരിച്ചു പെട്ടെന്ന് പുള്ളി എനിക്ക് ഇത്രയും ഓർമ്മയുണ്ട്. എന്തോ വിളിച്ചു എന്നിട്ട് പറഞ്ഞു, യു മെയ്ഡ് മീ ലുക്ക് ലൈക്ക് എ ചൈനീസ് എന്ന് പറഞ്ഞു. യു മെയ്ഡ് മീ ലുക്ക് ലൈക്ക് എ ചൈനീസ്. അത് ആ ഇട്ടിവെട്ടുള്ള ശബ്ദത്തിൽ പറഞ്ഞത് ഞാൻ മറക്കില്ല. അത് വല്ലാത്തൊരു ഇതാണ്. അത് രസം എന്താ വെച്ചാൽ, എന്നിട്ടത് അദ്ദേഹം അതിനെ ഒന്ന് എലാബറേറ്റ് ചെയ്ത് പറഞ്ഞൊരു സംഭവം, അതൊന്നും എനിക്ക് ഓർമ്മയില്ല. അത് അമ്മ പറഞ്ഞതാണ്. അദ്ദേഹം കുഞ്ഞായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് പേരിട്ട ചട്ടമ്പിസ്വാമിയാണ്. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ഗുരുനാഥനായിരുന്നു ചട്ടമ്പിസ്വാമി. ചട്ടമ്പിസ്വാമി എറണാകുളത്ത് ഇവരുടെ വീട്ടിൽ വന്ന് അനവധി ദിവസം താമസിക്കും. അവിടെ ആ ചാരികസേരയിൽ ഇങ്ങനെ കിടക്കും. ഊണ് കഴിഞ്ഞ് ഇങ്ങനെ കിടക്കും. അപ്പോൾ ഈ കൊച്ചു കുട്ടിയാണ്, ബാലകൃഷ്ണൻ എന്നാണല്ലോ പേര്. അപ്പോൾ മേലെ നെഞ്ചിൽ കയറി കളിക്കും അത്രേ. അപ്പോൾ സ്വാമിജിയുടെ ഈ നെഞ്ചിൽ രോമം പറിക്കുക, താടി പിടിച്ച് പറിക്കുക, അങ്ങനത്തെ പല കെട്ടുക, അങ്ങനത്തെ പല പരിപാടികളൊക്കെ അദ്ദേഹം ചെയ്തിരുന്നതായിട്ട് അദ്ദേഹം പറഞ്ഞു എന്നിങ്ങനെ പറയാറുണ്ട്. അപ്പോൾ ഇതൊരു വളരെ പഴയൊരു ഓർമ്മയാണ്. ഞാൻ സ്വാമിജി, പിന്നെ ഞാൻ പഠിച്ച സ്കൂൾ ലയൺസ് എന്ന് പറഞ്ഞ ലയൺസ് ക്ലബിൻ്റെ പാലക്കാട്ട് വളരെ പ്രസിദ്ധമായിട്ടൊരു സ്കൂളാണ്. അന്ന് 4ാം ക്ലാസ് വരെ ഉള്ളൂ, ഇപ്പോൾ 12th വരെയുണ്ട്. ഈ ലയൺസ് ക്ലബിൽ ഇപ്പോൾ അത് പൊളിച്ചു കളഞ്ഞു. ഒരു ഓഡിറ്റോറിയം ഉണ്ടായിരുന്നു, ഒരു പുറത്തൊരു സ്റ്റേജ്, ഒരു മാസീവ് കോൺക്രീറ്റ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള സ്റ്റേജായിരുന്നു. അനവധി ഗീതാജ്ഞാനയജ്ഞം നടത്തിയിട്ടുണ്ട്. സ്വാമിജി പാലക്കാട്ട് നടത്തിയിട്ടുള്ള മിക്ക ഗീതാജ്ഞാനയജ്ഞം എനിക്കാണ് ഈ ലയൺസിൻ്റെ സ്റ്റേജിലും ഗ്രൗണ്ടിലുമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ചുകൂടെ മുതിർന്ന ക്ലാസ്സുകളൊക്കെ ആയ സമയത്തൊക്കെ ചിലപ്പോൾ അത് കേൾക്കാൻ ഇങ്ങനെ അമ്മൂമ്മയുടെയും അമ്മയുടെയും കൂടെ അച്ഛൻ്റെ കൂടെയൊക്കെ ഞാൻ പോയത് എനിക്കൊരു വേഗം ഓർമ്മയുണ്ട്. പിന്നെ
ലാസ്റ്റ് ഞാൻ സ്വാമിജിയെ കാണുന്നത് പാലക്കാട് തന്നെ ഒരു ഫംഗ്ഷൻ അദ്ദേഹം വന്നപ്പോൾ ഇത്തിരി പ്രായം വയ്യാണ്ടായി തുടങ്ങിയിട്ടുണ്ട്, അദ്ദേഹത്തിന് വീക്കാണ് അധികം. അതെ അതെ, ചിന്മയ മിഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തോ ഒരു പ്രോഗ്രാമായിരുന്നു, എനിക്കിപ്പോൾ അത്ര ഓർമ്മയില്ല അത്. അതിനെക്കാട്ടിലൊക്കെ വിചിത്രമായിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഞാനൊരു ദിവസം 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു സ്വപ്നം കണ്ടു. 6ാം ക്ലാസ്സല്ല, കുറച്ചുകൂടെ മുതിർന്നു. അപ്പോഴാണ് മലയാള മനോരമ പത്രത്തിൻ്റെ ഫ്രണ്ട് പേജാണ്. അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളേ ഉള്ളൂ, കളർ പ്രിന്റിങ് വന്നിട്ടില്ല. സ്വാമി ചിന്മയാനന്ദൻ സമാധിയായി എന്ന് പറഞ്ഞിട്ട് ഒരു ടൈറ്റിൽ, സ്വാമിജിയുടെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിക്ചർ ഫ്രണ്ട് പേജ്, ഒരു സ്വപ്നം കണ്ടു. ഇത് ഞാൻ പോയിട്ട് അമ്മൂമ്മയോട് പറഞ്ഞു. അമ്മൂമ്മ ഒരു അടി വെച്ചു. ആ സംബന്ധം പറഞ്ഞു, അനാവശ്യം വേണ്ട എന്നൊക്കെ പറയുന്നുള്ളൂ. ഒരു നല്ല കിട്ടി അമ്മൂമ്മയുടെ. എനിക്ക് പലതിലും ഇങ്ങനെ വേണ്ടാതെ അടി കിട്ടിയിട്ടുണ്ട് പണ്ട്. ഞാൻ വേറെ കഥ ഉണ്ടായിട്ടുണ്ട്. ഇൻട്രസ്റ്റിംഗ്ലി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അതേ പേജ്, അതേ പത്രം, സ്വാമിജി ശരീരം വിട്ടു. അപ്പോൾ ഇങ്ങനെ ഒരു വിചിത്ര അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. സ്വാമി ഗുരുദേവ് പോയത് സാന്റിയാഗോ എന്ന് പറയുന്ന സ്ഥലത്താണ്. അതെ, സാന്റിയാഗോ. അത് വിശ്വനാരായണൻ നമ്പൂതിരി സാറ് അതിനെപ്പറ്റി, കാലിഫോർണിയ. അപ്പോൾ വിശ്വനാരായണൻ നമ്പൂതിരി സാർ അതിനെപ്പറ്റി ഒരു സാൻ ഡൈ ഗോ, സന്തുക്കൾ പിരിയുന്നിടം എന്നാക്കി അദ്ദേഹം. അതിനൊരു കവിയാണല്ലോ. അപ്പൊ ആ കവിയുടെ രീതിയിൽ സന്തുക്കൾ സത്തുപോകുന്നിടം എന്നുള്ള മാറ്റം. എന്നിട്ടാണ് ആ ബോഡി ആ ഗംഗയിൽ കൊണ്ടുവന്നിട്ട് ഇത് ജലസമാധിയായിട്ട് അവിടെ അതെ. ശരത് ഈ പറഞ്ഞപ്പോൾ എനിക്ക് സ്വാമിജിയുടെ നെഞ്ചത്ത് അങ്ങ് കയറി കിടന്ന് കളിക്കുകയും താടി പറഞ്ഞപ്പോൾ ഇത് നേരത്തെ പറഞ്ഞു, ചട്ടമ്പി സ്വാമികൾ അവരുടെ വീട്ടിൽ, എറണാകുളത്തുള്ള വീട്ടിൽ ചെല്ലുമ്പോൾ പുതുപ്പള്ളി അവിടെ ചെല്ലുമ്പോൾ ഈ സ്വാമി വെറും പല കട്ടിലിൽ കിടക്കുകയായിരിക്കും ചെയ്യുന്നത്. ഈ കുഞ്ഞ് സ്വാമിയുടെ നെഞ്ചത്ത് കയറി കിടക്കുകയും ഈ കുസൃതികളെല്ലാം ചെയ്യുകയും അവരുടെ ഭാഷയിൽ പലതും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അമ്മ ചോദിച്ചു, ഇത് നിങ്ങൾ എന്താ ഇത്രമാത്രം വർദ്ധാനം പറയുന്നത്? അപ്പോൾ അവർ സ്വാമി പറഞ്ഞത്, ഇത് ഞങ്ങൾക്കറിയാം, നമ്മളുടെ രണ്ടുപേരുടെയും ഭാഷയാണ്, സ്വാമി തന്നെ ഒരു പുസ്തകം, ഈ ചിന്മയാനന്ദ സ്വാമി തന്നെ അതിൻ്റെ എഡിറ്റോറിയൽ ആമുഖമായിട്ട് പ്രീഫീസിൽ എഴുതിയിട്ടുണ്ട്. KPS മേനോൻ മറ്റും പബ്ലിഷ് ചെയ്തിട്ടുള്ള ഇംഗ്ലീഷിലുള്ള പുസ്തകമാണ്. എൻ്റെ അടുക്കലുണ്ട്. അത് ഞാൻ മുഴുവനും PDF പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് സ്വാമി മറ്റൊരു കുഷ്ടി എനിക്കതൊരു വല്ലാത്തൊരു അനുഭവം ഉണ്ടായത്. അത് വളരെ വൈകാരികമായിട്ട് വരുമ്പോൾ ഞാനത് ഇതുവരെ എവിടെ പറഞ്ഞിട്ടില്ല. സ്വാമിയായിട്ട് ബന്ധപ്പെട്ടിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ ചിന്മയ മിഷനിൽ പോകണാണോ ഒന്നുമല്ല. പാലക്കാട് ശേഷാനന്ദജി അറിയാം. സ്വാമിജിയുടെ ഈ സമാധി വർഷം വന്നല്ലോ, എത്ര 25-50 ചിന്മയാനന്ദസ്വാമിയുടെ. അതെ. അപ്പൊ ഇവര് നമാമി ശങ്കരം എന്നൊക്കെ പറഞ്ഞിട്ട് എറണാകുളത്തും അതുമാതിരി പാലക്കാടൊക്കെ വലിയ പ്രോഗ്രാംസ് സംഘടിപ്പിച്ചു. അപ്പോൾ അതിൻ്റെ സ്വാതന്ത്ര്യ രൂപീകരണം, അതിൻ്റെ ഒരു ഉദ്ഘാടകനായിട്ട് അശോകാനന്ദജി വിളിച്ചിട്ട് ഞാൻ ചിന്മയ മിഷനിൽ പോയി പ്രസംഗിച്ചു. അതിനുശേഷം റിപ്പബ്ലിക് ഡേയുടെ അന്നായിരുന്നു പാലക്കാട്ടെ സമ്മേളനം. അതിൽ ഈ കാർഗിൽ തുടങ്ങിയിട്ടുള്ള യുദ്ധങ്ങളിലൊക്കെ വെറ്ററൻസിനെയൊക്കെ ആദരിക്കലും ഒക്കെ ഉണ്ടായി. എൻ്റെ ഭഗവത്ഗീത എന്തിനാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നൊരു പ്രഭാഷണമൊക്കെ ഉണ്ടായി. അത് വലിയൊരു ഓഡിയൻസും അവർ വളരെ വിപുലമായിട്ട് ചെയ്തതാണ്. അന്ന് ഗ്ലോബൽ പ്രസിഡൻ്റൊക്കെ വന്നിരുന്നു അതിൻ്റെ. അങ്ങനെയൊക്കെ ഞാൻ സ്വാമിജിയുടെ പോയിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഒരു വന്നിട്ടുള്ളൂ. അല്ലാണ്ട് ഞാൻ അവരൊരു കോഴ്സ് പഠിക്കാൻ അങ്ങനെയൊന്നും ചിന്മയ മിഷനിൽ പോക്കൊന്നുണ്ടായിട്ടില്ല. പിന്നീടും ഗുരുപൂർണിമയ്ക്ക് ഇതുമാതിരി തൃശ്ശൂർ ചിന്മയ മിഷനിൻ്റെ പ്രഭാഷണമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതിനിടയ്ക്കൊരു സംഭവം ഉണ്ടായി. ഞാൻ എറണാകുളത്ത് എനിക്കൊരു സ്റ്റുഡിയോ ഉണ്ട്. അപ്പോൾ എറണാകുളത്ത് എഡിറ്റ് ഉണ്ടെങ്കിൽ ഞാൻ കുറേ ദിവസം എറണാകുളത്ത് ഉണ്ടാവും. അപ്പം നമ്മൾ നോർമലി ഒരു ടീഷർട്ടും ജീൻസും ഇട്ടിട്ടും മറ്റേ നമ്മൾ ജോലിക്കാരുള്ള എനിക്ക് നടക്കണേ. അപ്പോൾ സാധാരണ ഞാൻ എന്താ വെച്ചാൽ ഇത്തിരി നേരത്തെ എത്തിയാൽ ഞാൻ മരങ്ങളിലാണ് താമസിക്കാറ്. അപ്പോൾ കുളി കഴിഞ്ഞിട്ട് അല്ല ഇനിയിപ്പോൾ ചില സമയങ്ങളിൽ വല്ലാണ്ട് വീട് എന്തെങ്കിലും നടക്കും. കാരണം അത്രയും നേരം നമ്മൾ ഈ സ്റ്റുഡിയോയിൽ അല്ലേ എന്ന് കരുതിയിട്ട് നമ്മൾ നടക്കും. അങ്ങനെ നടന്ന് വരുമ്പോൾ എറണാകുളത്തപ്പൻ്റെ കൂടെ ചിലപ്പോൾ തൊഴും, അല്ലെങ്കിൽ ചിലപ്പോൾ പുറത്തുനിന്ന് തൊഴും, കുളിച്ചെള്ളി അങ്ങനെ ഒന്നും നടക്കും. അങ്ങനെ നടന്നു വരുമ്പോൾ എറണാകുളത്തപ്പം ഗ്രൗണ്ടിൽ ഈ പാലക്കാട് നടന്ന അതേ പ്രോഗ്രാമിൻ്റെ എറണാകുളത്തെ പ്രോഗ്രാം നടക്കുകയാണ്. മാസീവായിട്ടുള്ളൊരു ഓഡിറ്റോറിയം അവർ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇതെല്ലാം ചെയ്തിട്ടുണ്ട്.
അപ്പോൾ എനിക്ക് പുസ്തകങ്ങളോട് ബന്ധമുള്ളതുകൊണ്ട് ഞാനിങ്ങനെ അതിൻ്റെ അങ്ങോട്ട് കയറി ഇവരുടെ ബുക്ക് സ്റ്റോൾ വലിയ ഒരു ബുക്ക് സ്റ്റോൾ കാണുന്നുണ്ട്. അപ്പോൾ ആ ബുക്ക് സ്റ്റോളിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി. അപ്പോൾ അവിടെ വോളണ്ടിയേഴ്സൊക്കെ ഉണ്ട്. ഓരോ പുസ്തകങ്ങൾ ഞാൻ നോക്കി നടന്നു. അപ്പോൾ രണ്ട് പെൺകുട്ടികൾ ആദ്യം എന്നോട് ചോദിച്ചു, ആർ യു ഫെമിലിയർ വിത്ത് ചിന്മയാനന്ദ എന്ന് ചോദിച്ചു. എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഐ ആം ഫെമിലിയർ വിത്ത് ചിന്മയാനന്ദ. അപ്പോഴേക്കും അവർ വന്നിട്ട് പറഞ്ഞു, വേറെ ആളുണ്ട്, അദ്ദേഹം ഗിവ് യു എൻ ഇൻട്രോ ആണ്. അപ്പോൾ ഞാൻ ചെയ്തു. നമ്മൾ അവരുടെ സ്ഥലത്ത് അവർ ചെയ്യേണ്ട ഡ്യൂട്ടി അല്ല, അവരുടെ ജോലി അവർ ചെയ്യണം. അപ്പോൾ അദ്ദേഹം വന്ന് നിന്നിട്ട് എൻ്റെ അടുത്ത് വേദാന്തം എന്താണെന്ന് അറിയുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ എനിക്ക് അറിയാം, കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷേ ഡി ടു കെ ക്ലാസ്. അപ്പോൾ ചിന്മയാനന്ദ സ്വാമിയെ കുറിച്ച് പറഞ്ഞു തന്നു, ഇങ്ങനെ എല്ലാം പറഞ്ഞു തന്നു. ഞാൻ ഈ 2 ബുക്കൊക്കെ മേടിച്ചു. ഞാൻ പുറത്തേക്ക് വരുമ്പോൾ അല്ല, നമ്മുടെ അഖിലേഷ് ചൈതന്യ എന്ന് പറഞ്ഞിട്ട് എടത്തറ ഉള്ള സെന്ററിന്റെ ഹെഡ് അദ്ദേഹം വരുന്നു. അദ്ദേഹം എന്നെ ശരത്തേട്ടനാ പറയാം, എന്നെ പ്രായം കൊണ്ട് താഴെ സ്വാമിജി. അപ്പോൾ സ്വാമിജി എന്നെ കണ്ടപ്പോൾ ശരത്തേട്ടൻ എന്താ ഇവിടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ വഴിക്ക് കയറി അങ്ങനെ പോയാൽ പറ്റില്ല, വരൂ കുറച്ച് വീണ്ടും ഇതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി, എന്നിട്ട് ഇവരെടുത്തൊക്കെ കൊണ്ടുവന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ അവിടെ വേറെ ഒരു മഠാധിപതിയായിട്ടുള്ള ഒരു അമ്മ സന്യാസിനി അവരും ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ അവിടുന്ന് സംസാരിച്ചു വന്നു. അശേഷാന്തിജി അവിടെ ഉള്ളിലുണ്ട്, അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെല്ലുമ്പോൾ സന്യാസിമാർ ഇങ്ങനെ കടൽ പോലെ ഇരിക്കുകയാണ്. അവിടെ പ്രോഗ്രാമിൻ്റെ വലിയ ഓഡിറ്റോറിയം ഹാളിലാണ്, നമ്മുടെ എറണാകുളത്തപ്പം ഗ്രൗണ്ടിൽ. അപ്പോൾ അഖിലേഷിൻ്റെ കൂടെ ഞാനിങ്ങനെ ഉള്ളിലേക്ക് ചെന്നു. അവിടെ അറ്റത്തി ചെന്നപ്പോൾ അശേഷാന്തിജി ഫ്രണ്ടിലിരിക്കുന്നുണ്ട്, അനവധി സന്യാസിമാരുണ്ട്. അപ്പോൾ പെട്ടെന്ന് താനോ പറഞ്ഞത്. അപ്പം ഞാൻ കാല് ഒട്ടിയാൽ വെച്ചു. അപ്പോൾ സ്വാമി എഴുന്നേറ്റ് നിന്നിട്ട് അവിടെ പറയും, ഇയാൾ ആരറിയോ, ഇയാൾ ഗുരുവായൂരപ്പൻ്റെ കുട്ടിയെന്നൊക്കെ പറഞ്ഞു. സ്വാമിജി വളരെ സ്നേഹമായിട്ടാണ് പറഞ്ഞു, അങ്ങനെ ഭയങ്കര ഇതായിട്ട് പറഞ്ഞു. എനിക്ക് ഭയങ്കര നമുക്ക് പെട്ടെന്ന് നമ്മൾ അൺപ്രിപ്പയർഡ്. അത് ഞാനാണെങ്കിൽ ഒരു റൗണ്ട് നെക്ക് ടീഷർട്ട് ഇട്ട് നോട്ട് ഡ്രസ് ടു ദി ഒക്കേഷൻ, അവരുടെയൊക്കെ മുന്നിൽ ഒരു ജീൻസ് ഇട്ടിരിക്കുന്നത്. അപ്പൊ നമുക്കൊരു വിഷമമുണ്ട്, അവരുടെ ഗുരുക്കന്മാരുടെ മുന്നിലല്ലേ നമ്മൾ നിൽക്കുന്നത്. അപ്പം ഞാൻ സ്വാമിജിയോട് പറഞ്ഞു, സ്വാമിജി ഞാൻ എന്താ പറയുക കുളി പോയിട്ടില്ല, ഞാൻ വന്നപ്പോൾ അഖിലേഷ് എന്നെ പിടിച്ചോണ്ട് വന്നതാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാം. പിന്നെ അഖിലേഷ് കൂടെ വരാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, സ്വാമിജി വരണ്ട, ഞാൻ പൊക്കോളാം. അപ്പോൾ എൻ്റെ കയ്യിൽ ബുക്സും ഉണ്ട്. ഞാൻ ആ ഹാളിൻ്റെ പുറത്തേക്ക് കടന്നിട്ട് ആ മെയിൻ ഡോറ് കഴിഞ്ഞ് ആ വളപ്പ് കടക്കുക. ഈ സമയത്ത് എനിക്കൊരു വളരെ വിചിത്രമായിട്ടൊരു അനുഭവം ഉണ്ടായി. എൻ്റെ തോളത്തൊരു കൈ വന്നിട്ടുണ്ട്. മൈ സൺ യു മെയ്ഡ് മീ പ്രൗഡ്. ഒരു കറണ്ട് അടിക്കുന്ന പോലെ. ഞാൻ കുറേ നേരം അവിടെ ഞാൻ ആ ഭാരത്തിൻ്റെ അവിടെ ഒരു കോഫി ഷോപ്പുണ്ട്, കെമ്പ് എന്ന് പറഞ്ഞിട്ട്. അവിടെ പോയിരുന്നു എനിക്ക് ഫർദർ നടക്കാൻ വയ്യ. ഞാൻ കുറച്ച് നേരം അവിടെ പോയിരുന്നിട്ട് കാപ്പി ഓർഡർ ചെയ്ത് മിണ്ടാണ്ട് കുറേ കാര്യം എനിക്ക് ഇപ്പോഴും സങ്കടം വരുന്നുണ്ട്. മൈ സൺ യു മെയ്ഡ് മീ പ്രൗഡ്. ഒരു എന്താ പറയുക, ഒരു ഇടിവെട്ടുന്ന പോലെ ഒരു ശബ്ദം. അത് ഔട്ട് ഓഫ് നോവെയർ. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ ആ റോഡ് നേരെ ചെന്ന് അദ്ദേഹം ജനിച്ചു വളർന്ന വീടാണ്. ആ ദർബാർ ഹാൾ ഗ്രൗണ്ടിനോട് നേരെ പോയി നമ്മൾ MG റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞ് സ്ട്രെയിറ്റ് കയറിയ സ്വാമി ചിന്മയാനന്ദ റോഡാണ്. അദ്ദേഹത്തിന്റെ തറവാട് എന്ന സ്ഥലമുണ്ടോ, ചട്ടമ്പി സ്വാമി വന്നിരുന്ന വീട് അവിടെ ഉള്ളത്. അപ്പം അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. അതെ സ്വാമിജിയായിട്ട് എനിക്ക് ഞാനൊരു പക്ഷെ അദ്ദേഹത്തിന്റെ അടുത്ത് വരെ എത്തിയത് ആകെ ഒരു സന്ദർഭമായിരിക്കും. അതല്ലാതെ നമ്മൾ ഗുരുദേവിന്റെ കാര്യം പറഞ്ഞാൽ അങ്ങനെ തീരില്ല. ഞാൻ ഗുരുദേവ് എന്ന് ചിന്മയ യൂണിവേഴ്സിറ്റി എന്നാണ് പറയാം. കാരണം എത്ര ഗ്രാജുവേറ്റ്സും എന്നെപ്പോലുള്ള ഹാഫ് ഗ്രാജുവേറ്റ്സും ഒക്കെ എത്ര പേരാണുള്ളത് അല്ലേ. കാരണം അദ്ദേഹം ഒന്ന് കൊളുത്തി വെച്ചത് അത് വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ ഗുരുവിനെ ആദ്യം ധിക്കരിച്ചു എന്ന് ഞാൻ പറയില്ല, പക്ഷെ അദ്ദേഹം പറഞ്ഞത് മുഴുവൻ കേൾക്കാണ്ടാണ് അദ്ദേഹം കാര്യമല്ല. എന്നാലും ആ ഒരു ഉൾവിളി അത് എത്ര പ്രയോജനപ്രദമായി. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ ഉൾവിളിയും മനുഷ്യർക്ക് എത്ര പ്രയോജനപ്രദമായി അല്ലേ വാസ്തവത്തിൽ. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ട്രഡീഷണലിലെ എല്ലാത്തരം കാര്യങ്ങളും നടക്കുന്നു എന്നുള്ളത് വളരെ ഇതായിട്ട് തോന്നുന്നുണ്ട്. ശരത്ജി നമ്മൾ ഗുരു ഇതിനെപ്പറ്റി പറഞ്ഞു. അപ്പോൾ അതിൽ നമ്മൾ ചിന്മയാനന്ദ സ്വാമി, ചട്ടമ്പി സ്വാമികൾ, നാരായണ ഗുരു സ്വാമികളൊക്കെ വന്നു. അങ്ങയുടെ ഈ ആത്മീയ വേദിയിലേക്കുള്ള ആദ്യ ഗുരു എന്ന് പറഞ്ഞാൽ അമ്മയായിരിക്കാൻ വഴിയിട്ട് അത് അമ്മയും അച്ഛനും അല്ലാതെ ആരായിട്ട് വരും? എനിക്ക് ഗുരുവായൂരപ്പൻ തന്നെ. ഗുരുവായൂരപ്പനും അയ്യപ്പസ്വാമിയാണ് എൻ്റെ കുട്ടിക്കാലത്തെ എന്താ പറയുക. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹീറോസ് അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ പൂജ കഴിച്ചത് ഈ അമ്പലം കെട്ടി കളിക്കൽ എനിക്കും അനിയനും ഒരു വളരെ ഫേവറേറ്റ് ഹോബിയായിരുന്നു. ഒക്കെ പരിപാടിയുണ്ട്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതിഷ്ഠിച്ച് പൂജ കഴിച്ചിട്ടുള്ള അയ്യപ്പനാണ്.
ആഹാ. കാരണം എന്താ വെച്ചാൽ ഈ ശേഖരിപുരത്ത് ഞങ്ങൾ വളർന്ന സ്ഥലത്ത് വളരെ ശക്തമായിട്ടുള്ള ഈ അയ്യപ്പമ്പളക്കിന്റെയും സ്വാമിമാരുടെയും സ്വാധീനമുള്ള ഒരു അത് സ്ഥലമായിരുന്നു. മുഴുവൻ കുരുത്തോല ഇതൊക്കെ അതെ, അപ്പൊ ഞങ്ങളുടെ രീതിക്ക് ഞങ്ങളതൊക്കെ ചെയ്യും. അമ്മമ്മ പറയും അവസാനം ഈ പിള്ളേര് പൂവിട്ടിട്ട് സ്വാമി ഇവിടുന്ന് പോകാണ്ടാവും, ഇവിടെ അമ്പലം കെട്ടി വരുന്നൊക്കെ പറഞ്ഞ് അത് ശരി. അത് പ്രശ്നമാണ്. അപ്പൊ അനിയനാണോ അത്? അനിയൻ. ഞാൻ എനിക്ക് അങ്ങനെ അതിൽ വഴിത്തിരിവുണ്ടാകുന്ന ചില വർഷങ്ങളുണ്ട്. KG ക്ലാസ്സുകൾ തൊട്ടിട്ട് സ്വാമിയാണ്. ഭഗവാൻ ഇങ്ങനെ ഗുരുവായൂരപ്പൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ഗുരുവായൂരപ്പൻ എപ്പോഴും നമുക്കൊരു നമ്മുടെ കുടുംബങ്ങളിലൊക്കെ അറിയാമല്ലോ, ഒരു പ്രിസൈഡിങ് ഡയറ്റിയുള്ള ഭഗവാന്റെ ഒരു അതേ ഉള്ളൂ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ മൂപ്പർ അവിടെ ഉണ്ട്, നമുക്ക് ചോറ് തന്നിട്ടുള്ളതും ഒക്കെ അങ്ങനെ അതുണ്ട്. പക്ഷെ സ്വാമിയായിട്ടായിരുന്നു ഒരു ഡയറക്റ്റ് ബന്ധം. പിന്നെ സ്വാമി എന്നാണ് ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തിരുപ്പതിയിൽ പോകുന്നു ഞങ്ങൾ. അപ്പോൾ അവിടെ നിന്നൊരു സുപ്രഭാതത്തിൻ്റെ പുസ്തകം മേടിച്ചു. അപ്പോൾ ഈ സുപ്രഭാതം രാവിലെ വായിക്കേണ്ടതാണല്ലോ, അതറിയാം, അന്ന് ആ ബോധമുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അച്ഛൻ ഈ പേപ്പർ വാല്യുവേഷന് രാവിലെ നേരത്തെ എണീക്കും 4 മണിക്ക്. അപ്പം എനിക്ക് പഠിക്കാനാണെന്ന് പറഞ്ഞു. എനിക്ക് 3ാം ക്ലാസ്സിൽ പഠിക്കണവരെ എന്താ ഇത്ര പഠിക്കാനെന്ന് അച്ഛൻ ആലോചിച്ചിട്ടില്ല. ഞാൻ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഉള്ളിൽ സുപ്രഭാതം വെച്ചിട്ട് വായിക്കും. അത് സുപ്രഭാതം വായിക്കേണ്ട രാവിലെ ആയതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ആ ടൈം തൊട്ടാണ് ഈ വൈഷ്ണവമായിട്ടുള്ള ഇതിലേക്ക് വരുന്നത്. പക്ഷെ ആക്ച്വലി ഞാനൊരു ഉറച്ച രീതിയിൽ ഉപാസന എന്ന് പറഞ്ഞു വന്നത് അമ്മയുടെ വഴിക്കാണ്. ശരിക്കും അമ്മ, മഹാദേവൻ, നാരായണൻ, ആ ക്രമത്തിലാണ്. ഒന്നാമത്തെ ഞാൻ ഈ 3 സ്കൂളിൽ കൂടി ഓടിയിട്ടുണ്ട്. 3 സ്കൂൾ മാത്രമല്ല, മുരുകനും ഓടിയിട്ടുണ്ട് നല്ലോണം. അപ്പോൾ അങ്ങനെ. പക്ഷെ ആദ്യത്തെ ആ ഗുരു എന്ന് പറഞ്ഞാൽ എനിക്കോടെ ചിലപ്പോൾ സ്വാമിയായിരിക്കും, ഗുരുവായൂരപ്പനും സ്വാമിയായിരിക്കണം. അതെ. അല്ല, അങ്ങനെ വരുമ്പോഴേ നമ്മൾ പല വിധത്തിലുള്ള സ്കൂൾ ഓഫ് തോട്ട്സും സ്കൂൾ ഓഫ് സ്പിരിച്വാലിറ്റി അതൊക്കെ വരുമ്പോൾ അതിലെന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് തോന്നിയിട്ടുണ്ടോ? അത് നമ്മുടെ വെസ്റ്റേൺ ഇൻട്രസ്റ്റ് വെച്ച് നോക്കുമ്പോൾ മാത്രമേ ഉള്ളൂ എന്നുള്ള എനിക്ക് പിൽക്കാലത്ത് മനസ്സിലായത്. ഇപ്പോൾ ഉദാഹരണത്തിന് എത്ര കടുത്ത ശൈവനായിരുന്നു മാണിക്യവാസ സ്വാമികൾ. മാണിക്യവാസകർ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അച്ഛനൊരു ഭാര്യയുള്ളൂ, അവളുടെ പേര് നാരായണൻ എന്നാണ്. ശരി. എൻ്റെ അച്ഛന് ഒരു അപ്പനക്ക് ഒരു പത്നിതാണ്, അത് നാരായണ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഡിഫറൻസ് നമ്മൾ മലയാളികൾക്ക് പൊതുവേ വളരെ കുറവാണ് പറയേണ്ടത്, തീരെ ഇല്ലെന്ന് വേണം തന്നെ പറയുന്നത്. നമ്മൾ മിക്ക ആൾക്കാരും നമ്മുടെ ഹരിനാമകീർത്തനത്തിൻ്റെ ഒരു ശ്ലോകത്തിലും മുത്തശ്ശിമാരോ ആരെങ്കിലും ചൊല്ലി കേൾക്കുന്ന കേട്ടിട്ടായിരിക്കും വളരെ. എനിക്ക് ഹരിനാമകീർത്തനമായിട്ടുള്ള പരിചയം എൻ്റെ അച്ഛൻ്റെ അമ്മ ദിവസവും രാവിലെ ഉണർന്നു വരുന്നതിന് മുമ്പ് തന്നെ ആ കട്ടിലിൽ കിടന്നിട്ട് കയറ്റുകെട്ടിൽ കിടന്നിട്ട് അമ്മ ചൊല്ലും, ഓകാരമായ കുരൾ 3ആയി പിരിഞ്ഞുടനെ അകാരമായിരുന്നു താൻ സാക്ഷിയത്. അർത്ഥം മനസ്സിലായില്ലെങ്കിലും ഇത് കേട്ട് ചെവി പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഇതെന്താണ് ഈ 3ആയിട്ട് പിരിയുന്നത്, ഈ ഓങ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കാനായിട്ട് തുടങ്ങി. പിന്നെ എനിക്ക് മറ്റൊരു അനുഭവം കൂടെ എന്നെപ്പറ്റി പറയുകയാണെങ്കിൽ, ഈ നമ്മൾ ചട്ടമ്പിസ്വാമികളെ പറ്റി പറഞ്ഞു. ചട്ടമ്പിസ്വാമിയുടെ പ്രധാന ശിഷ്യനായിട്ടുള്ള ആളാണ് നീലകണ്ഠതീർത്ഥപാദസ്വാമികൾ. എനിക്ക് ശരതുമായിട്ടുള്ള ഏറ്റവും കൂടുതൽ ശക്തിയായിട്ട് അറിയാൻ ഇടയായത്. പക്ഷേ അന്നത്തെ അദ്ദേഹത്തിൻ്റെ ഗംഭീരമായ ഒരു പ്രഭാഷണം, അതിന് വേണ്ടത്ര സമയം ഞങ്ങൾക്ക് കൊടുക്കാനായിട്ട് കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ല. എങ്കിൽ പോലും അത് കേട്ടിട്ടുള്ളവരും അത് എനിക്ക് മിക്കവാറും കേൾക്കാൻ കഴിഞ്ഞു. അത് ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു പ്രഭാഷണമായിട്ടാണ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. ഈ നീലകണ്ഠതീർത്ഥപാദസ്വാമികളുടെ സമാധി ശതാബ്ദി ആചരണത്തിൽ വെച്ചിട്ട് പരിചയപ്പെടുത്തി തന്നത്. ഇപ്പോൾ സാന്റിയാഗോയിൽ കാണാൻ പോകുന്ന ഞാൻ സുഗുവിൻ്റെയൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ള ഡോക്ടർ മനോജ് ഹരിഹരൻ വളരെ ഇഷ്ടമായിട്ടുള്ള ഒരു വളരെ ഇവിടെ ഹയർ സ്റ്റഡീസിന് വന്നതാണ്. പക്ഷേ വലം കൈയായിട്ട് എന്ത് ഞാൻ പറഞ്ഞത്. അല്ല, അത് ഇപ്പോൾ ചോദിച്ചാലും തന്നെ ഇപ്പോൾ ചട്ടമ്പിസ്വാമി സ്മാരക പ്രഭാഷണ പരമ്പര നടത്തിയത് 1 വർഷം തുടർച്ചയായിട്ട് 50ഓളം നടത്തിയിട്ട് അത് ചേട്ടൻ്റെ ഒരു ഇതുകൊണ്ട് തന്നെയാണ്. ഞങ്ങളൊക്കെ ഈ ഉത്സാഹ കമ്മിറ്റി അതേ നടക്കാൻ കഴിയുന്നത്. സുഖമുണ്ട്, ഞങ്ങളുടെ കൂടെ ഒരാളിനെ കൂടെ നമുക്ക് അതിൻ്റെ കൊണ്ടുവരേണ്ടതായിരുന്നു. രാധ മുഖത്ത് എന്ന് പറഞ്ഞിട്ട് അവരാണ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി മകത്ത് എന്തെല്ലാം ഇതുണ്ടെങ്കിലും ഈ നാരായണീയം
ഇപ്പോൾ അങ്ങനെയൊക്കെ അറിയാലോ, ഞാൻ മലയാളത്തിലും ചെയ്യാൻ ഭാഗ്യം. ഓ. അപ്പോൾ ദേവസ്വം ദേവസ്വം അത് രാമായണം. രാമായണമാണ്. അപ്പോൾ ഈ മലയാളം ചെയ്യാൻ കാരണം അതിനൊക്കെയുള്ള പ്രേരണ കുറ്റം ഇദ്ദേഹത്തിൻ്റെയൊക്കെയാണ്. ഇദ്ദേഹം ഉദയിച്ചതിനൊക്കെ ചേർന്നിട്ട് അപ്പോൾ അതിൻ്റെയും ആലാപനമൊക്കെ രാധാമണി ചേച്ചി, പിന്നെ മലയാളത്തിൽ ഞാൻ തന്നെ ചൊല്ലി ഒപ്പിക്കും. പറഞ്ഞു ഇത് എഴുതിയിട്ടുള്ള ആള് തന്നെ, ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള ആള് തന്നെ അതെ. അത് അപ്പോൾ അങ്ങനെ അല്ല, നമ്മൾ പറഞ്ഞു വന്നത് ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ആത്മീയ സഭകളിൽ അങ്ങേക്കുള്ള അവഗാഹം ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. കോൺഫ്ലിക്റ്റ് വല്ലതും തോന്നുന്നു. അത് നമ്മളുടെ ഈ കാലദേശാനുബദ്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ട് ആണോ ഈ കോൺഫ്ലിക്റ്റ് ഇപ്പോൾ എന്നെപ്പോലുള്ളവർക്ക് തോന്നാൻ സാധ്യതയുള്ളത്? അത് എനിക്ക് അതിൻ്റെ തിയററ്റിക്കലായിട്ട് ഐ നോ ദ വൺനെസ്. അപ്പോൾ അതേ സമയം തന്നെ ചിലപ്പോൾ ഇത്തരം കോൺഫ്ലിക്റ്റുകളിൽ നമ്മുടെ മനസ്സ് കുടുങ്ങി പോവുകയും ചെയ്യും. അത് പിന്നെ ഞാനത് ചേട്ടൻ്റെ അടുത്ത് പലതവണ പറഞ്ഞിട്ടുണ്ട്. എനിക്കൊരു വിശ്വാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു അന്വേഷിയായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നുന്നത്. അത് ഏത് ഒരു ആത്മീയ പാതയിൽ നോക്കിയാലും ആ അന്വേഷണം അവസാനിക്കാത്ത ഒരു അന്വേഷണം ആൻഡ് ഐ എൻജോയ്. അത് സത്യമാണ്. അതൊരു സൂപ്പർഫിഷ്യലായിട്ടുള്ള കാര്യമാണോ അത് നടക്കുന്നത് അപ്പോൾ എൻ്റെ ഉള്ളിൽ? അങ്ങനെയല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസം വേണ്ട ഒരു ബിലീഫ് എന്ന് പറയുന്ന ഒരു സംഭവം അല്ല ശരിക്ക് നമ്മുടെ വിശ്വാസം. അതല്ലേ എല്ലാം. അതൊക്കെ അതെ, ഞാൻ അതിനെയും പൊളിക്കും. നമ്മൾ അവസാനം പൊളിക്കുമല്ലോ, അതിനെയും പൊളിച്ചല്ലേ പറ്റൂ. ഇപ്പോൾ ഉദ്ധവന്റെ കഥ വരുന്നത് വരെയും ഭഗവാന്റെ രൂപവും പ്രധാനമാണ്. അവസാനം ഉദ്ധവനെ അവിടെ നിന്ന് ഓടിച്ചു വിടുക ഭഗവാൻ, പറഞ്ഞു വിടുക. എന്തിനാ? ആ രൂപവുമായിട്ടുള്ള അറ്റാച്ച്മെന്റ് പൊളിച്ചു കളയാനാ. രൂപവുമല്ല ഞാൻ. ദേവകി പ്രസവിച്ച ശരീരം അസ്ത്രം കൊണ്ട് കഴിഞ്ഞു. അത് ഇന്നില്ല. ഇന്ന് നമുക്ക് തൊടാനോ കെട്ടിപ്പിടിക്കാനോ ഒന്നും പറ്റില്ല. എല്ലാം അതെ എന്ന് പറയുന്ന പോലെ നമ്മൾ സീക്കറാവ് തന്നെയാണ് വേണ്ടത്. ഇല്ലാത്ത ഒന്ന് ഉണ്ട് എന്ന് ചിന്തിച്ചുറപ്പിക്കണ വിശ്വാസം. ഇല്ലാത്തല്ലോ. നമ്മൾ അത് തന്നെയായിട്ടും അത് നമുക്ക് അറിവായിട്ട് നമുക്ക് പറയാം, പക്ഷെ അനുഭവം ആകുന്നില്ല. ഇത് അനുഭവമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ ഞാൻ എപ്പോഴും ഈ മധുരത്തിന്റെ വിഷയം പറയാറുണ്ടല്ലോ. ഞാൻ എപ്പോഴും പറയും, ഒരു മധുരം അറിയാത്തൊരു കുട്ടികളെ കുറെ അവനെ 15 കൊല്ലം 20 കൊല്ലം ഇതിന്റെ പുസ്തകവും അതെ മനസ്സിലാവില്ല. നമ്മളൊരു തുള്ളി പഞ്ചസാര, ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്താൽ പിടി കിട്ടി. അപ്പൊ കേവലമായിട്ടുള്ള ആബ്സല്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾക്ക് ഈ പറഞ്ഞ മാതിരി ആ അനുഭവം ഉണ്ടാവുക എന്നുള്ളതേ ഉള്ളൂ. അത് അങ്ങനൊന്നും ഉണ്ട് എന്ന് നിർബന്ധമൊന്നുമില്ല വിശ്വസിക്കണമെന്ന്. അതാണല്ലോ നമ്മുടെ ധർമ്മത്തിന്റെ ബ്യൂട്ടി. അങ്ങനൊന്നും ഉണ്ടെന്ന് നിർബന്ധമില്ല എന്നാ പറഞ്ഞത്. അല്ല, പക്ഷെ അത് ഞാനിങ്ങനെ പറയുമ്പോഴും ഇപ്പോൾ എന്നേക്കാൾ ജ്ഞാനത്തിലും പ്രായത്തിലും വൃദ്ധരായിട്ടുള്ളവർ, എന്നേക്കാൾ മുതിർന്നവർ, സീനിയേഴ്സ് ആയിട്ടുള്ളവർ എന്നെ പറ്റിക്കാനായിട്ട് ഇതൊന്നും പറഞ്ഞു തരില്ല എന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞു ഇപ്പോഴല്ല, ഞാനൊരു പ്രീ-ഡിഗ്രി കാലം മുതലേ ഇത്രയും മഹാത്മാക്കളൊക്കെ ഇതിനെപ്പറ്റി പറയുമ്പോൾ എന്തോ ഇതിൽ സാമ്യമുണ്ട്. ഇപ്പം ഞാൻ ഇപ്പോൾ ഒരാൾ ഇരുന്നിട്ട് ഇപ്പോൾ അങ്ങ് തന്നെ ഞാൻ പറയുകയാണ് 1+1 2 അല്ലാട്ടോ ശരജി, എനിക്ക് വ്യത്യാസമായിട്ട് തോന്നുന്നുണ്ടെന്ന് പറയുമ്പോൾ ശരജിക്ക് അറിയാം. സുമാരി പറയുമ്പോൾ ചിലപ്പോൾ അത് വിട്ടിത്തരാവാൻ വഴിയില്ല എന്നൊരു തോന്നലുണ്ടാവില്ലേ? കാരണം ഇത്രയും ഒരു ലോകപരിചയമുള്ള ഒരാൾ 1+1 2 എന്ന് പറയുമ്പോൾ അരിത്തമാറ്റിക് അല്ല പറയണേന്ന്. അപ്പൊ ആ രീതിയിൽ എനിക്ക് പണ്ട് മുതലേ ഈ ഗുരുക്കന്മാരിൽ ഒരു ശ്രദ്ധയുണ്ട്. അപ്പോൾ അത് മാത്രമേ എനിക്കൊരു കമ്മിറ്റ്മെന്റ് ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് എനിക്ക് എന്നെ തന്നെ സംശയമാണ്. അങ്ങനൊരു കറക്റ്റ് വാക്കും അതിന്റെ യഥാർത്ഥ ക്രക്സ് പറഞ്ഞു. അങ്ങ് ആ വാക്കിൽ വന്നത്, അതായത് നമ്മുടെ ധർമ്മത്തില് വിശ്വാസമല്ല വേണ്ടത്, ശ്രദ്ധയാണ്. ശ്രദ്ധ ഉണ്ടെങ്കിലേ ബാക്കിയൊക്കെ വരുള്ളൂ. അത് ഒരു സിംബോളിക്കായിട്ട് പറയാറ്. ഇപ്പോൾ രാമായണമായിട്ട് എടുക്കുമ്പോൾ സിംബോളിക്കായിട്ട് പറയുമ്പോൾ ഭഗവാൻ ബ്രഹ്മം, രാമൻ ച ബ്രഹ്മം, ബ്രഹ്മത്തിന്റെ സ്മരണ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ രാമന്റെ അവതാരം. രാമനെ കൗസല്യ ദശരഥ പ്രസവി. ദശരഥൻ ആരാന്ന് പഠിക്കേണ്ടതുണ്ട്. അതാണ് ദശരഥ ശബ്ദം ഭയങ്കര രസമാണത്. ആ ഒഴുകി രാമന്റെ ജനനം വെച്ചാൽ നമ്മളിൽ ഉണ്ടാവണം ബ്രഹ്മസ്മരണ. ഈ രാമൻ ജനിക്കുമ്പോൾ തന്നെ കൂടെ ശ്രദ്ധ ജനിച്ചിട്ടുണ്ട് ലക്ഷ്മണൻ. ഭക്തി പിന്നെ വരണം. നമ്മൾ ശരിക്കും ഭക്തിക്ക് ഹനുമാനാണ്. ഭക്തി ഹനുമാനല്ല, സീതയാണ്. പ്രണയം സീതയാണ്. ഭക്തി പിന്നെ വരുന്നത് ഭക്തി പിന്നെ വരുന്നത് ഭഗവാൻ വന്ന അവിടെ ശ്രദ്ധ വന്നിട്ടുണ്ടാവും.
ശ്രദ്ധയാണ് ഭഗവാനെ സംരക്ഷിക്കണം, സ്മരണയെ അതല്ലേ സംരക്ഷിക്കണം. ഗീതയിലെ ഒരു ലൈൻ അവസാനിക്കുന്നില്ലേ, ശ്രദ്ധദാനാമൽപരമ എന്ന് പറഞ്ഞിട്ടുള്ള ഇത് ശ്രദ്ധാവാൻ ലോകത്തെ ജ്ഞാനം തത്പര സമ്മതേന്ദ്രിയ എന്നും പറയുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധയാണ് പ്രധാനം. ശ്രദ്ധയാണ് ബ്രഹ്മത്തെ നമ്മുടെ എന്താ പറയുക, ഈ ബ്രഹ്മത്തിന്റെ ചിന്തയെ നമുക്ക് ബ്രഹ്മാകാരവൃത്തിയെ സംരക്ഷിക്കുന്നത് ശ്രദ്ധയാണ്. അതല്ലേ ലക്ഷ്മണൻ സദാ ഉണ്ടില്ല ഉറങ്ങില്ല എന്നൊക്കെ പറഞ്ഞെന്താ, ഇളകാത്ത ശ്രദ്ധ. ഭക്തിയും ബ്രഹ്മവും ഒന്നിച്ചിരിക്കുമ്പോഴും അവർക്ക് സംരക്ഷണം ഒരുക്കിക്കൊണ്ട് ഈ ശ്രദ്ധ നിൽക്കുന്നത്. ശ്രദ്ധ പോയ അവിടെ പണി ഒഴിച്ചു. ശ്രദ്ധയെ പറഞ്ഞയച്ചപ്പോഴാണ് ഭക്തി നഷ്ടപ്പെട്ടത്. അല്ലേ? അതെ, അത് ഭക്തി വരുന്ന സമയത്ത്, ഭക്തി മൂപ്പിക്കുമ്പോ ചില സമയത്ത് നമുക്ക് ശ്രദ്ധ ആവശ്യമില്ല, ഭക്തി മതി എന്ന് പറയും. അവിടെ ഭക്തി വീഴും, ഭക്തി തട്ടിക്കൊണ്ടുപോകപ്പെടും, ഒരു സംശയമില്ല. അപ്പൊ ശ്രദ്ധ ഒരു വശത്തും വലതുവശത്തും വലങ്കൈ പോലെയും ഇടത്ത് ഭക്തി നിൽക്കുമ്പോൾ മാത്രമേ കുരങ്ങണ്ട സ്വഭാവമുള്ള മനസ്സ് അടങ്ങി കാൽക്കരുതിയുള്ളൂ. ശ്രീരാമചിത്രം അതാണ് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ശ്രദ്ധയാണ് നമ്മൾക്ക് സനാതന ധർമ്മത്തിൽ കറക്റ്റ് ശ്രദ്ധയിലാണ്. ശ്രദ്ധയ്ക്കൊരു നിർവചനം ഭയങ്കര രസമായി കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യുക, അങ്ങനെയാണ് ശ്രദ്ധ. ഒരു കാര്യം എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അത് പരീക്ഷണ നിരീക്ഷണങ്ങളിൽ കൂടെ ഉറപ്പിച്ചതിന് ശേഷം വീണ്ടും സമാന സാഹചര്യങ്ങൾ വരുമ്പോൾ മനസ്സിനെ അതിൽ ഉറപ്പിച്ച് നിർത്തണം. അത്ര ശ്രദ്ധ. എന്തൊരു ഇത് മഹാദേവൻ കൊടുക്കണ ഒരു മഹാദേവന്റെ ഇന്റർപ്രിട്ടേഷനാണ് ശ്രദ്ധയ്ക്കുള്ളൊരു ഇന്റർപ്രിട്ടേഷൻ. ദക്ഷിണയ്ക്ക് ശ്രദ്ധയ്ക്കൊക്കെ ഭഗവാന്റെ ഇന്റർപ്രിട്ടേഷൻസ്. ഒരു കമ്മിറ്റ്മെന്റ് പാർട്ട് അതിനകത്തുണ്ടല്ലേ, അത് കണ്ടിന്യൂ ചെയ്യാനും സസ്റ്റെയിൻ ചെയ്യാനുള്ള കമ്മിറ്റ്മെന്റ്. വിശ്വാസം പൊള്ളയല്ല, നമ്മുടെ എല്ലാം ടെസ്റ്റ് ചെയ്ത് സ്വായത്താക്കണം. അതാണല്ലോ ശ്രവണം, മനനം, നിധിധ്യാസനം, അസിമിലേഷൻ സംഭവിക്കുന്നത്. അല്ലാണ്ട് വെറുതെ കണ്ടു എന്നുള്ളത് കൊണ്ട് സംഭവിക്കില്ല. അപ്പോൾ ക്രോർ ക്രാക്സ് നിൽക്കുന്ന ശ്രദ്ധയാണ്. വിശ്വാസം ഉണ്ടോ ഇല്ലയോ വിഷയമല്ല, ശ്രദ്ധയുണ്ടാവും. ശ്രദ്ധയുണ്ടെന്നുണ്ടെങ്കിൽ ഗോവിന്ദ് പറഞ്ഞ മാതിരി അനുഭവം ഉണ്ടാവും. അല്ലാണ്ട് വിശ്വാസം ശരിക്കും ഒരു സെമറ്റിക് കൺസെപ്റ്റാണ്. സെമറ്റിക് കൺസെപ്റ്റാണ്. നമ്മളെന്താ വെച്ചാൽ ആ കണ്ണാടിയിൽ കൂടെ നമ്മുടെ പുരാണങ്ങളെയും കഥകളെയും ഒക്കെ കാണാൻ കഴിഞ്ഞൊരു 500 700 കൊല്ലത്തിൽ ശ്രമിച്ചതിൻ്റെ ഫലമായിട്ട് വലിയ കലർത്തുകൾ വന്നിട്ടുണ്ട്. അല്ല, അതിൽ പിന്നെ വേറൊരു കാര്യം, ഇപ്പോൾ ഇന്നലെ ചിദാനന്ദപുരി സ്വാമികൾ പറയുകയും ചെയ്തത് എനിക്കത് വലിയ ഇഷ്ടമുള്ളൊരു ഇതാണ്. നമ്മുടെ ഭഗവത്ഗീതയിൽ ബുദ്ധിഭേദം ജനയേ അജ്ഞാനം കർമ്മസംഖ്യനാണ് എന്ന് പറയുമല്ലോ. അപ്പോൾ അങ്ങനെ കർമ്മസംഘത്തിൽപ്പെട്ടവരാണ് ഇപ്പോൾ എന്നെ പോലെയൊക്കെയുള്ള ഒരുപെട്ട എല്ലാവരും അങ്ങനെയുള്ളവരാണ്. അപ്പോൾ നമുക്ക് ഒരിക്കലും എൻ്റെ ഒരു തോന്നലിൽ ഒരു 100% അദ്വൈതം അങ്ങ് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. 100% ദ്വൈതമായി കഴിഞ്ഞാൽ എൻ്റെ ഒരു ഇൻ്റലക്ച്വൽ ഈഗോ ഉണ്ടല്ലോ, അത് സമ്മതിക്കില്ല. അപ്പോൾ ഇത് രണ്ടിൻ്റെയും കൂടെയുള്ള ഒരു ഇൻ്റഗ്രേറ്റഡ് പ്രാക്ടീസ് പോലെയാണ് എൻ്റെ മനസ്സിൽ പലപ്പോഴും തോന്നിയിട്ടുള്ളത്. കാരണം നമുക്ക് ഈ ആചാരങ്ങളും കാര്യങ്ങളൊക്കെ വേണ്ടപ്പോൾ അത് ഏതായാലും ദ്വൈതത്തിൻ്റെ ലെവലിലേ നടക്കുള്ളൂ, അല്ലേ? പിന്നെ ഉള്ളത് ആ ഇൻട്രോസ്പെക്ഷൻ്റെ സമയത്ത് അദ്വൈതത്തെ പറ്റി ഒരു ബോധം ഇങ്ങനെ ഉണ്ട്. അപ്പം അതിൽ എന്നാൽ എത്തിപ്പിടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എത്തില്ലായിരിക്കും. അങ്ങനെ ഒരു ചുറ്റുപാടാണ്. ഹനുമാന്റെ അടുത്ത് ഭഗവാൻ ഒരിക്കൽ ചോദിച്ച ഒരു കഥയുണ്ട് ശ്രീരാമസ്വാമി. ഞാൻ ചില പ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട്, കറക്റ്റ് ഫ്രേസുകളെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് ഓർമ്മ കിട്ടില്ല. എന്നാലും ഭഗവാൻ ചോദിക്കും, ഭഗവാൻ ഭയങ്കര ടച്ച്ഡ് ആവും ഹനുമാൻ സ്വാമിയുടെ അഫെക്ഷൻ കണ്ടിട്ട്. അപ്പോൾ ചോദിക്കും, എടാ ഞാൻ ശരിക്ക് ഞാൻ ശരിക്കും നിന്റെ ആരാന്ന് ചോദിക്കും, അല്ലേ? അപ്പൊ പറയണത് ദ്വൈതായിട്ട് ചിന്തിച്ചാൽ ഞാൻ ദേഹമാണ്, അപ്പൊ ഞാൻ അങ്ങയുടെ ദാസനാണ്, അങ്ങയുടെ യജമാനാണ്, അല്ലേ? വിശിഷ്ടാദ്വൈതായിട്ട് ചിന്തിച്ചാൽ ഞാൻ ജീവന്റെ ഭാവമായിട്ട് എടുത്താൽ ഞാൻ ഭക്തനും അവിടുന്ന് ഭഗവാനുമാണ്. അദ്വൈതഭാവത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ത്വമേവാഹം, ഞാൻ ഒന്ന് തന്നെ. ഇത് മൂന്നും ഒന്നിച്ചു കൊണ്ടുപോകണം. അത് 3 പടവാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ശരി വേറൊന്ന് തെറ്റെന്നല്ല. ഈ 3 പടി കയറി തന്നെയാണ് നമുക്കിതിലെത്തേണ്ടത്. ഇതിൽ കോർ നിൽക്കണ എന്താണെന്ന് വെച്ചാൽ ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞിട്ട് മാതിരി തന്നെ പ്രായോഗിക വേദാന്തത്തിൽ പ്രായോഗിക അദ്വൈതം എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അത് വളരെ പ്രധാനമാണ്. പ്രായോഗിക അദ്വൈതം നമ്മൾ ഈ പറയുന്ന തിയറിറ്റിക്കൽ അദ്വൈതം വരെ അത്ര എളുപ്പമല്ല, ഇൻ പ്രാക്ടീസ് കൊണ്ട്. പക്ഷെ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഗീത ഈ പ്രായോഗിക അദ്വൈത അത് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവും.
കാരണം ഉദാഹരണത്തിന് നമ്മൾ തമാശയ്ക്ക് കുട്ടികൾക്ക് കളിപ്പിക്കമായി പറയുമ്പോൾ ഞാൻ അന്ന് സ്ഥിരം പ്രഭാഷകരുടെ ഗോപികൾ എത്ര കേട്ടു അറിയില്ല, ഞാൻ ധാരണ പറയാറുണ്ട്, ബ്രഹ്മമാകണ എന്നെ ബ്രഹ്മമാകുന്ന സർപ്പം കൊത്താൻ വന്ന വടിയാകണ ബ്രഹ്മം എടുത്തിട്ട് സർപ്പമാകണ ബ്രഹ്മമാകണ ഞാൻ അടിച്ചു കൊന്നില്ലെങ്കിൽ ഞാനാകണ ബ്രഹ്മം സർപ്പമാകണ ബ്രഹ്മത്തിന്റെ കഴിയേറ്റ് വടിയാകുന്ന ബ്രഹ്മമായി മാറുന്നത്. ഇതാണ് പ്രായോഗിക അദ്വൈതം. അതാണ് പറഞ്ഞത്, നീ ഇത് അമ്മാവനാണോ അച്ഛനാണോ മുത്തച്ഛനാണോ എന്നൊന്നും നോക്കണ്ട, നിമിത്ത മാത്രം ഭാവസംവിധാനം എന്നിട്ട് അങ്ങോട്ട് ഫൈറ്റ് ചെയ്തോളാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഏകദേശം സാമ്യമുണ്ടോ ഇതുമായിട്ട്? നമ്മൾ സാധാരണ ചൊല്ലുവാനുള്ള ഗീതാശ്ലോകം ബ്രഹ്മാർപ്പണം അത് ശ്രീരാമകൃഷ്ണദേവന്റെ കഥയിലില്ലേ, മറ്റേ ആന ഓടി വരുന്ന ഭ്രാന്ത് പിടിച്ച ആനയെ വന്നപ്പോ ആനക്കാരൻ മാറിക്കോളൂ പറഞ്ഞിട്ട് ബ്രഹ്മം പറഞ്ഞിരുന്ന ആളുകളെ വലിയ തട്ടിപ്പോയി. അതെ, അത് ഭയങ്കരമാണ്. പ്രായോഗിക ബുദ്ധി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. കാരണം അത് ഇപ്പം ജ്ഞാനേശ്വരൻ്റെ അടുത്ത് ആലന്തിയിലെ ബ്രാഹ്മണര് ചോദിക്കുമല്ലോ, അതായത് അദ്ദേഹത്തിനും ചേട്ടന്മാർക്കും അനിയനും ഒന്നും ഉപനയനം കഴിക്കാനുള്ള അവകാശമില്ല പറഞ്ഞു. കാരണം ഇവരുടെ അച്ഛൻ സന്യാസത്തിൽ പോയതിനു ശേഷം തിരിച്ചു വീണ്ടും ഗാർഹസ്ഥ്യത്തിലേക്ക് വന്നുകൊണ്ട് ഇവർ ഭ്രഷ്ടരായി. അതിലുണ്ടായ മക്കളായതുകൊണ്ട് ഇവർക്ക് ബ്രാഹ്മണ്യത്തിന് അവകാശമില്ല എന്ന് പറഞ്ഞു. ഇവരാണെങ്കിൽ ജീനിയസുകളാണ്, മുക്തയും ജ്ഞാനേശ്വരനും ജ്യേഷ്ഠനും ഒക്കെ. അപ്പോൾ ഈ കുട്ടികൾ ഇത്രയും മിടുക്കുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റിയില്ല, സങ്കടമല്ലേ എന്ന് പറഞ്ഞിട്ട് ബ്രാഹ്മണ സഭയിൽ പോയപ്പോൾ അവർ ഇവിടെ നടക്കില്ല, മഹാസഭയിൽ പോകണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആലന്തിയിൽ അവിടെ അത് പ്രതിഷ്ഠാനവൃത്തിക്ക് പോയി. അങ്ങനെ പ്രതിഷ്ഠാനിൽ ചെന്നിട്ട് പൈഥാൻ എന്ന് പറഞ്ഞ ഇന്നത്തെ സ്ഥലം, അവിടെ ചെന്ന് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു അത് നടക്കില്ല, ശാസ്ത്രവിരുദ്ധമാണ്, ഭ്രഷ്ടായവന്റെ മക്കൾക്ക് എന്ത് വേദം എന്ന് പറഞ്ഞു. അപ്പൊ ജ്ഞാനേശ്വരൻ പറഞ്ഞു സകല വസ്തുക്കളും ബ്രഹ്മമാണ്, എല്ലാറ്റിനും വേദജ്ഞാനത്തിലുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നീ ആ പോത്ത് വേദം ചെല്ലു ചോദിച്ചു. ആ പോത്ത് വേദം ചെല്ലും. പോത്തിന് ആ സമയത്ത് അനങ്ങാണ്ട പോത്തായിട്ട് നിൽക്കുകയാണ്, അതിനെ തള്ളാണ് ഈ പോത്തിന്റെ മേക്കണാള്. ജ്ഞാനേശ്വരൻ അടുത്ത് ചെന്നിട്ട് അദ്ദേഹത്തിന് 9-10 വയസ്സൊക്കെ ഉള്ളൂ. അദ്ദേഹം ചെന്നിട്ട് പോത്തെ ബ്രഹ്മമേ എന്ന് പറഞ്ഞിട്ട് സംബോധന കേട്ട് എല്ലാം പറഞ്ഞപ്പോൾ സ്പഷ്ടമായിട്ട് വിക്ക് ചൊല്ലിന്നാണ്. അപ്പോ പോത്ത് അമർണതായിട്ടാണ് ഇവൻ കേൾക്കണത്. ആര്? ഈ പോത്തിനെ മേയ്ക്കണത്. അവൻ ദേഷ്യപ്പെട്ട് 2 അടി വെച്ചു കൊടുത്തു. അടിച്ചപ്പോ പൊളഞ്ഞോണ്ട് ജ്ഞാനേശ്വരനെ നിലത്ത് വീണു. ജ്ഞാനേശ്വരന്റെ മുതുകത്ത് ചാട്ടടമാണ്, ഐക്യപ്പെട്ട് അതിപ്പോ മരങ്ങള് സകലതും ശിവമഹർഷിയെ വിളിയാണ്. അത് ആ തന്മയതയാണ് അത് സംഭവിച്ചു. അത് പറഞ്ഞ പുരാണ കാലത്ത് മാത്രമല്ല നമ്മുടെ അടുത്തൊരു കാലത്തും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ഈ ഇപ്പൊ വ്യാസൻ അല്ല ഇങ്ങനെ വിളിച്ചപ്പോ മകനേന്ന് എല്ലാരും ഇത് വിളി കേട്ടു എന്ന് പറയുന്നത്, അതൊക്കെ പലപ്പോഴും ഈ ഭാഗവത സപ്താഹം കേൾക്കുന്ന ആൾക്കാർക്കൊക്കെ അതിനെപ്പറ്റി വല്ലാത്ത സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. കാരണം ഐക്യപ്പെടുന്ന അതെ അല്ല അതിനെപ്പറ്റിയൊക്കെ അത് ഈ ഭാഗവതത്തിന്റെ സപ്താഹം കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അത് വന്നപ്പോഴാണ് എനിക്ക് സപ്താഹങ്ങളെ പറ്റിയൊക്കെയുള്ള ഒരു ചോദ്യം. അങ്ങനെ സാധാരണ പറയാറുണ്ട്, ഈ വരുന്ന സപ്താഹമൊക്കെ കേൾക്കാൻ വരുന്നവരെല്ലാവരും ഒന്നും മുഴുവൻ താല്പര്യത്തോടുകൂടിയല്ല, പക്ഷെ എങ്കിൽ തന്നെ നാടിന് അതൊരു പോസിറ്റീവ് ചേഞ്ച് തന്നെയല്ലേ അങ്ങനെ ഒരു സപ്താഹങ്ങളൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നത്. ഒരു സത്സംഗം എന്നുള്ള നിലയ്ക്കും കൂട്ടായ്മ എന്നുള്ള നിലയ്ക്കും അത് വളരെ പോസിറ്റീവായിട്ടൊരു കാര്യമാണ്. പക്ഷെ നമ്മൾ പറയണ വിഷയത്തിനെ മാനിക്കുക എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് അവിടെ. സത്സംഗം എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് നാമജപം, കൂട്ടായിട്ടുള്ള നാമജപം ആവാം, ഭജനയാവാം, എന്തും ആവാം, അല്ലെങ്കിൽ വേണമെങ്കിൽ ഒരു ചെറിയ ലഘുവായിട്ടുള്ള ഒരു കൃതി എടുത്തിട്ട് പഠിപ്പിക്കുക, എന്തെങ്കിലും ആവാം. പക്ഷെ ഭാഗവതം അങ്ങനെ ലാഘവത്തോടെ കാണേണ്ട ഒരു വസ്തുവല്ല. ഇപ്പൊ നമ്മൾ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തിട്ട് പിള്ളേർക്ക് LKG പഠിക്കുന്ന ഒരു കുട്ടിക്ക് കീറി കളിക്കാൻ കൊടുക്കില്ലല്ലോ. കുട്ടി ഒരു ഭരണപരിചയം വന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. കാരണം ഇതെന്താന്ന് വെച്ചാൽ ഈ ഒരു LKGയോ UKGയോ ഒന്നും ഇരിക്കാണ്ട് നമ്മൾ നേരെ PGയും PhDയും ചെയ്യുന്ന അവസ്ഥയിലുള്ള ഒരു കൃതിയാണത്. അത് ഞാൻ പറയാൻ കാരണം നാമം ജപിച്ച് ഉറപ്പിക്കാത്ത ഒരു മനസ്സാണ് പോയിട്ട് ഭാഗവതം കേട്ട് മനസ്സുറപ്പിക്കാൻ നോക്കുന്നത്.
ബേസിക്സ് ഞാൻ പറഞ്ഞ അത് എലീറ്റിന്റെ ആണെന്നോ അറിവുള്ളവനുള്ളതാണെന്നോ അല്ല, മനസ്സിന്റെ ഒരു സംസ്കൃതി ഉണ്ടല്ലോ, അത് വളരെ പ്രധാനമല്ലേ നമുക്ക്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ കുറച്ചു കൊല്ലം മുമ്പ് കാശി പോയ സമയത്ത്, നമ്മൾ സാധാരണ കാശി പോയ എല്ലാവരും ഈ അന്വേഷിക്കണവർ ഭയങ്കര വിചിത്രന്മാരായിട്ടുള്ള ഗുരുക്കന്മാരെ ഫോട്ടോ എടുക്കണം അല്ലേ. അവിടെ റോഡിൽ സ്വീപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളെ പരിചയപ്പെട്ടു. അദ്ദേഹവും ചായ കുടിക്കാൻ വന്നു. നമ്മൾ ഈ ചെറിയ ചെറിയ ഗ്ലാസ് ചായ കുടിക്കല്ലോ, ചായ കുടിക്കാം. അപ്പോൾ സംസാരിച്ചപ്പോ അദ്ദേഹം എന്തോ സംതിങ് ട്രിഗർ ചെയ്തു ഒരു കോൺവെർസേഷൻ. ആ മനുഷ്യനോളം ആത്മജ്ഞാനിയായിട്ടൊരാളെ, അദ്ദേഹം മക്കളൊക്കെ 7 8 മക്കളൊക്കെ ഉള്ള കാശിയിൽ ജീവിക്കുന്ന, അവിടെ ജനിച്ചു വളർന്ന ഒരു സ്വീപ്പറാണ്, മുനിസിപ്പൽ സ്വീപ്പറാണ്. അയാളുടെ ആത്മജ്ഞാനം അത് പറയണമെങ്കിൽ കുറേ ഉണ്ട്. അതിൻ്റെ ഒരു ആഴം എന്ന് പറയുന്നത് ചില്ലറയല്ല. അത് അദ്ദേഹത്തിന് എങ്ങനെയും ഒരു 55-60 വയസ്സ് അദ്ദേഹത്തിന് കാണും. അത് അങ്ങനെ ഒരു എക്സാമ്പിൾ. ഇനി 2, ഇത്തരം മേഖലകളിലേക്ക് വരുന്നവരിൽ തന്നെ, അതായത് വേദം പഠിക്കുകയോ അല്ലെങ്കിൽ ശാസ്ത്ര വിചാരം ചെയ്യുകയോ ചെയ്യുന്നതിന് മുമ്പ് തന്നെ വരുന്ന ഒരു പക്വത, അത് പ്രായം എന്നൊന്നില്ല പറയണത്. കൽപ്പാത്തി തേര് നടക്കുക ഒരു 4 കൊല്ലം മുമ്പ്. അപ്പോൾ ഉമാമഹേശ്വരൻ കൊണ്ട് നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു അടുത്ത് നമ്മൾ അവിടെ ഇങ്ങനെ നിൽക്കുക, സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു വിഷയമുണ്ടായി. അതായത് ഈ വേദപാഠശാലയും രാമനാഥപുരം കാഞ്ചി പീഠത്തിൻ്റെ കീഴിലുള്ളതാണ്. അവിടുന്ന് കുഞ്ഞുമക്കൾ കുറേ കുട്ടികൾ ആന്ധ്ര ഭാഗത്തു നിന്നൊക്കെ വളരെ നിർധന കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികളാണ് ഇവിടെ വന്നിട്ട് പഠിക്കുന്നത്. ബ്രാഹ്മണ കുട്ടികളാണ്. അപ്പോൾ ഒരു 8-9 വയസ്സോ ഉപനയനം കഴിഞ്ഞുകൊണ്ടൊക്കെ തന്നെ വരണമില്ല. അതിലൊരു 10 വയസ്സോൻ്റെ പ്രായമുള്ളൊരു പയ്യൻ കുടുംബയൊക്കെ വെച്ച് ഇങ്ങനെ വെള്ളം ഇട്ട് നിൽക്കണം. അപ്പോൾ ഗണപതി 2ാമത്തെ ദിവസം തേരിൻ്റെ ഗണപതി അവിടെ നിന്ന് എഴുന്നള്ളിച്ചുകൊണ്ട് വരുന്നത് കാണാൻ വേണ്ടി നമ്മൾ ഈ വീതിയുള്ള സൈഡിലൊക്കെ നിൽക്കണം. ചെറിയ വെടിക്കെട്ടുമായി ഓലപ്പടക്കമൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. എൻ്റെ വൈഫും പിള്ളേരും എല്ലാവരും അങ്ങനെ എല്ലാവരും ഉണ്ട് ആ പ്രദേശത്ത്. അപ്പോൾ ഞാൻ വേറൊരാളോട് സംസാരിച്ചിരിക്കുകയാണ്. ഈ കുട്ടികൾ അവിടെ നിൽപ്പുണ്ട്. ഇദ്ദേഹം ഈ നമ്മുടെ സുഹൃത്ത് അവരോട് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് ഇവനോട് ചോദിച്ചു, നിന്റെ വീട് എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ നെല്ലൂരോ അവിടെ എവിടെയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പം നീ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? ഈ കുട്ടികളെ നമ്മൾ ചോദിക്കില്ല നീ എന്താ പഠിക്കണമെന്ന് ചോദിക്കുന്നത്. എന്തിനാ വന്നിരിക്കുന്നത് വെച്ചാൽ പറഞ്ഞു സംഹിതാ പാഠം എന്തോ പഠിക്കുകയാണോ എന്തോ പറയുന്നുണ്ട്. അപ്പം അവിടുത്തെ അങ്ങോട്ടാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. നീ എതുക്ക് വേദം പഠിക്കറായി എന്ന് ചോദിച്ചു. നീ എന്തിനാ വേദം പഠിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ പറയാണ്, നാമെല്ലാം യാരെന്ന് തെരിയ വേണ്ടാമാ, നമ്മൾ ആരാണെന്ന് അറിയണ്ടേ. അപ്പോൾ നമ്മൾ ആരാണെന്ന് അറിയണ്ടേ. അപ്പോൾ അദ്ദേഹത്തിന് രസമായി. ഞാൻ അപ്പോഴും ശ്രദ്ധിക്കാൻ തിരിച്ചു ഈ കുട്ടിയോട് ചോദിക്കുകയാണ്, യാരെന്ന് തിരിഞ്ഞ് എന്നെ പ്രയോജനം, നമ്മൾ ആരാണെന്ന് എല്ലാമേ കൊണ്ടുവരുന്നത് തിരിയും, എല്ലാം ഒന്നാണെന്ന് അറിയും. 10 വയസ്സ് ഉണ്ട് എന്ന് തിരിച്ചിട്ട് എന്നടാ പ്രയോജനം എന്ന് ചോദിച്ചു. മൂപ്പര് ആനന്ദമായിരിക്കലാണ്, ആനന്ദമായിട്ടിരിക്കാലോ. ഇതിന്റെ മുകളിൽ എന്താ സാർ ഇതിന്റെ അല്ലേ, ഇതിന്റെ മുകളിൽ എന്താ? അതായത് ഒരു മുനിസിപ്പാലിറ്റിയിലെ ഒരു സ്വീപ്പർ ജീവിതം കണ്ട ആള്, അയാളും ബ്രഹ്മജ്ഞാനം പറയണു. ഇവിടെ ഒരു പഠിക്കാവുന്ന ഒരു കുട്ടി ഞാൻ അപ്പൊ റോട്ടിൽ അവനെ നമസ്കരിച്ചു. കാരണം ജാമാല സത്യകാമനാണ് നിൽക്കുന്നത്. അതെ, തീർച്ചയായിട്ടും അല്ലേ? സത്യത്തിന്റെ ഒരേ ഒരു കാരണം കൊണ്ട് ഗുരു ശിഷ്യനായിട്ട് സ്വീകരിച്ചാൽ, ഞാൻ ഇത് പറഞ്ഞില്ലേ, വ്യാസൻ നഗ്നനായിട്ട് നടക്കുന്ന ശുഖബ്രഹ്മർഷി ഇങ്ങനെ നടന്ന് പോകുമ്പോൾ അത് ഭാഗവത സപ്താഹത്തിൽ കേട്ടിട്ട് ഒരുവിധം വിദ്യാഭ്യാസമുള്ള ഒരാളിൻ്റെ അടുത്ത് ചോദിച്ചു, ഇത് എന്തുമാതിരി കഥയായത്? അതായത് ഇങ്ങനെ വ്യാസൻ എന്ന് പറഞ്ഞൊരു മകൻ, വ്യാസൻ എന്ന് പറഞ്ഞ ഒരാൾക്ക് ശുഖൻ എന്ന് പറഞ്ഞൊരു ഇത് അദ്ദേഹം ഇങ്ങനെ നഗ്നനായിട്ട് നടക്കി, എന്തുമാതിരി കഥയത് എന്നിങ്ങനെ. അപ്പം അതാണ് ഞാൻ അങ്ങനെ ചോദിക്കാൻ കാരണം ഇത് സപ്താഹങ്ങളുടെ പോസിറ്റീവ് ഉള്ളപ്പോൾ തന്നെ ഇതുപോലുള്ള ചില മിഥ്യാധാരണകൾ ആൾക്കാർ അങ്ങ് പറഞ്ഞ പോലെ ആ ഒരു ബേസ് ഇല്ലാത്തതുകൊണ്ടാണ് സംഭവിച്ചിട്ടുണ്ടാവുന്നത്. എന്താ നഗ്നത എന്നുള്ളത് മനസ്സിലാവും. വസ്ത്രാപഹരണം തന്നെ എന്താന്ന് ആൾക്കാർക്ക് ചിന്തിക്കാൻ സാധിക്കുന്നില്ല. വസ്ത്രാപഹരണം നടത്തുന്ന സമയത്ത് ഭഗവാന്റെ വയസ്സ് 5 വയസ്സിനോട് അടുപ്പിച്ചിട്ടും അപഹരിക്കപ്പെടുന്ന ഗോപസ്ത്രീകളുടെ വയസ്സ് 4, 5 വയസ്സും പ്രായമായിട്ടാണ് സൂചന വരുന്നത്. അതിൻ്റെ ഭാഗവതം വാസ്തവത്തിൽ സമാധി ഭാഷയിൽ എഴുതപ്പെട്ടിട്ടുള്ളൊരു
കൃതിയാണ്. നമ്മൾ സ്വപ്നം, ഇപ്പം ജാഗ്രത, സ്വപ്നം, സുഷുപ്തി 3 അവസ്ഥയല്ലേ. അതിൽ ജാഗ്രത കാണുന്ന കാര്യങ്ങളെ പോലും നമ്മൾ മുഴുവൻ എടുക്കുന്നില്ല. സ്വപ്നത്തിൽ കാണുന്നതിനെ കുറിച്ചിട്ട് നമ്മൾ സ്വപ്നം കണ്ടിട്ട് രാവിലെ എണീച്ചിട്ട് ഞാൻ ഇന്ന സ്വപ്നം കണ്ടു പറഞ്ഞിട്ട് ഇരുന്നിട്ട് ആലോചിക്കുന്ന അടുത്തെന്താ, അതിൻ്റെ അർത്ഥം എന്തായിരിക്കും എന്ന് ആലോചിക്കുന്നുണ്ട്. ഇത് സമാധിയുടെ അവസ്ഥയെ കണ്ട കാര്യത്തിന്റെ അർത്ഥം എന്താണെന്ന് ആലോചിക്കാൻ ഇവിടെ മെനക്കെടുന്നില്ല. സ്വപ്നത്തിൽ കണ്ടതിന്റെ അർത്ഥം അന്വേഷിക്കുന്നുണ്ട്. സമാധിയിൽ കണ്ടത് എഴുതി വെച്ചതാണ്. ഇതാരും ആരോ പറഞ്ഞു കേട്ടത് കാലദേശത്തുമായിട്ട് ബന്ധപ്പെട്ടല്ലാതെ മുഴുവൻ ഇതിനെപ്പറ്റി ഒരു ചർച്ച ഉണ്ടായി. അർത്ഥമാണ്. അതാണ് നമ്മൾ ഭാഗവതത്തിന് ആധ്യാത്മാർത്ഥത്തിൽ, സമാധി ഭാഷ അർത്ഥത്തിൽ. അതാണ് ഞാൻ ആ ഭാഗവതം മുതുവറ ചെയ്തപ്പോൾ 12 ദിവസം ഞാൻ ശ്രമിച്ചതാണ്. ഇത് പൊളിക്കാനാണ്. ആത്മവിസ്മൃതി വന്ന ആത്മാവാണ് ഗജേന്ദ്രൻ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഗജേന്ദ്രപക്ഷം അവിടെ കിട്ടി. നമുക്ക് നമ്മളാണ് ആത്മവിസ്മൃതി വന്നത്. നമ്മളാരാ നമുക്ക് മറന്നുപോയി. നമ്മൾ നമ്മുടെ ഫാക്കൽറ്റികൾ അഭിരമിക്കുകയാണ്, നമ്മുടെ ബന്ധങ്ങളിൽ, നമ്മുടെ പവറിൽ. എന്നിട്ട് പിടി അവസാനം സ്വന്തം ഹൃദയം എടുത്തിട്ട് കൊടുക്കുന്നുണ്ട്. ഹൃദയ സമർപ്പണമാണ് താമരപ്പൂ. അത് കൊടുക്കുക, ഹരി വരുള്ളൂ. അതൊക്കെ ഭയങ്കര രസം. അതും ഗരുഡ വിഷ്ണുവായിട്ടാണ് വരുന്നത്, പ്രത്യക്ഷപ്പെടുകയല്ല. ഈ ഗരുഡനെ പാര, ഗരുഡൻ ഇമാജിനേഷനാ, ഗരുത്വാൻണ്ടായി. അതെ, ഏതൊരു വസ്തു കൊണ്ടാണോ മനസ്സ് ഉയർന്ന തലങ്ങളിലേക്ക് ഉയർന്നു പോകുന്നത് അത് ഗരുഡൻ. എപ്പോഴാണ് മനസ്സ് ഉയർന്ന തലത്തിൽ പോകുക? ഇമാജിനേഷൻ, സങ്കല്പശക്തി. സങ്കല്പശക്തിക്ക് മാത്രമേ പ്രപഞ്ചം മുഴുവനായി നിൽക്കുന്ന, വിശ്വമായി നിൽക്കുന്ന വിഷ്ണുവിനെ താങ്ങാൻ സാധിക്കുള്ളൂ. സങ്കല്പത്തിലല്ലേ സാധിക്കുള്ളൂ. ഇമാജിനേഷൻ കൊണ്ട് നമുക്ക് താങ്ങാൻ പറ്റുള്ളൂ ഭഗവാനെ. അല്ലെങ്കിൽ ഓം വിശ്വം എന്ന് പറഞ്ഞാൽ തുടങ്ങണേന്ന് സഹസ്രനാമം. ഭഗവാന്റെ ഏറ്റവും വലിയ വിഗ്രഹം വിശ്വമാണ്. അതിനെങ്ങനെ നമുക്ക് താങ്ങാൻ പറ്റും? അതിന് താങ്ങാൻ പറ്റുന്ന ഒരാളെന്ന് പറഞ്ഞൊരാളില്ല. പക്ഷെ അപ്പൊ ഗരുഡ ശബ്ദത്തിന്റെ ശക്തി അതാണ്. ഗരുഡ ശബ്ദം ഭാവനാശക്തിയുടെ പവറാണ്, ശുദ്ധീകരിക്കപ്പെട്ട ഭാവനാശക്തി. അത് അപ്പൊ അതിന്റെ ഒരു എക്സ്റ്റൻഷൻ തന്നെയാണ് നമ്മൾ രാസക്രീഡ. നാരായണീയത്തിലാണെങ്കിൽ ഭാഗവതത്തിലാണല്ലോ നാരായണീയത്തിൽ. ഇപ്പൊ അങ്ങയുടെ പ്രസംഗത്തിൽ കൃത്യമായിട്ട് പറഞ്ഞു, ഞാനത് ഞങ്ങളുടെ സത്സംഗത്തിൽ പറഞ്ഞു. ഈ ഒരു നമ്മള് പൊതുവെ അധമം എന്ന് വിചാരിക്കുന്ന ഒരു അധമം എന്ന് പറഞ്ഞാൽ ആത്മീയ സർക്കിളിൽ അധമം എന്ന് വിചാരിക്കുന്ന ഒരു വികാരത്തെ പോലും അങ്ങനെ ഉന്നതമായ ഒരു തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടു പോകുന്ന ഒന്നാണ് രാസക്രീഡ എന്ന് അങ്ങനെ പറഞ്ഞത്. അതിനെപ്പറ്റി ഒരു കുറച്ചുകൂടെ ഒന്ന് പറയാൻ പറ്റും? ഞാൻ വിസ്തരിച്ച് ഈ രാസക്രീഡയുടെ 2 പ്രഭാഷണം ഉണ്ടായിട്ടുണ്ട്. ഇത് കിടപ്പുണ്ട്, എക്സിസ്റ്റൻസ് കിടപ്പുണ്ട്. നാരായണീയത്തിലെ രാസക്രീഡ മാത്രമായിട്ടും ഭാഗവത്തിലെ രാസക്രീഡ മാത്രമായിട്ടും വേറെ ചെയ്തിട്ടുണ്ട്. 2 റെക്കോർഡ് കിടപ്പുണ്ട്. അതും ഈ സമാധി തലത്തിൽ ഉള്ള ഇതിൽ നിന്നാണോ നമ്മൾ അതും നോക്കുന്നത്? അതായത് ബ്രഹ്മത്തെ അനുഭവിക്കുന്നതിനെയാണ് രസം എന്ന് വിളിക്കുന്നത്. അത് ലീലയാ നടന്ന രാസക്രീഡയാണ്. ബ്രഹ്മരസം അനുഭവിക്കല് ഒരു സമാധിയിൽ ലീലയാ നടന്നാൽ അത് രാസക്രീഡയാണ്. അപ്പോൾ ആ രാസക്രീഡയുടെ അവസ്ഥയിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ആത്മസ്വരൂപമായിട്ടുള്ള ശിവൻ പോലും സ്ത്രീയുടെ വേഷം കെട്ടിയിട്ട് വേണം അവിടെ വരാൻ. സ്ത്രീയുടെ വേഷത്തിൽ രാസക്രീഡയിൽ വന്ന് കണ്ടു എന്നാണ് പറഞ്ഞത്. നമ്മുടെ ഒക്കെ ആത്മാവ് ഭഗവാനാ, മഹാദേവനാ. അപ്പൊ ബ്രഹ്മരസം അനുഭവിക്കുമ്പോൾ സ്ത്രീയുടെ ഭാവമാണ്. പുരുഷൻ ഒന്നേ ഉള്ളൂ പ്രപഞ്ചത്തിൽ, അത് ഭഗവാൻ മാത്രമേ ഉള്ളൂ. ഇതൊരു പെർസ്പെക്റ്റീവ്. ഇനി വേറൊരു രസം എന്ന് വെച്ചാൽ ഭാഗവതത്തിന്റെ ടോട്ടാലിറ്റി എടുക്കുമ്പോൾ നമ്മുടെ 1ാമത്തെ സ്കന്ധം തൊട്ടിട്ട് ദശമസ്കന്ധത്തിൽ പ്രത്യേകിച്ചിട്ടും ദശമസ്കന്ധത്തിൽ മധുരയ്ക്ക് പോകുന്നവരെയുള്ള ഭാഗങ്ങൾ, ദശമസ്കന്ധം മാത്രം എടുത്താൽ ഭഗവാന്റെ ജനനം തൊട്ടിട്ട് അതിന്റെ ബിഗിനിങ് തൊട്ടിട്ട് ഇതുവരെ മധുര പോകുന്നവരുടെ ഭാഗങ്ങൾ താന്ത്രിക. തന്ത്രത്തിൽ സെക്ഷുവാലിറ്റിയെ പ്യൂരിഫൈ ചെയ്യാനുള്ള വിദ്യകളൊക്കെ കാണും. ഏറ്റവും കുഴപ്പം പിടിച്ചിട്ടുള്ള വിദ്യകളൊക്കെ അതിൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ട് ബലരാമന്റെ മധ്യസേവ എല്ലാ ശരിക്കും കാണാം. പഞ്ചമകാരം മുഴുവൻ കാണാം. അല്ല, അപ്പോൾ അത് ഞാനത് ചോദിക്കാൻ കാരണം ഈ പ്രായത്തിൻ്റെ ഇതൊക്കെ ഇപ്പോൾ ആ രാസക്രീഡയുടെ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് യൗവനത്തിലുള്ള ഒരു കൃഷ്ണനെയാണ് അതിനകത്ത് പ്രത്യേകിച്ച് പിൽക്കാലത്ത് ഫോക്ലോറുകളുടെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് ഈ ഒറീസ, ബംഗാൾ പോലുള്ള സ്ഥലങ്ങളിലും ഗീതാഗോവിന്ദത്തിന് വലിയൊരു പങ്കുണ്ട്. ജയദേവൻ നമുക്ക് ശരിക്കും ഇന്ന് നമ്മുടെ തലേന്ന് ജയദേവനെ അൺലേൺ ചെയ്യാൻ പറ്റുന്നില്ല. ജയദേവ കവി അദ്ദേഹത്തിന്റെ ഭാവനാശക്തി കൊണ്ട് പൂന്താനത്തിന് അൺലേൺ ചെയ്താൽ ഗുരുവായൂരപ്പൻ കാണാനല്ലാണ്ടാവും, പുണ്യല്ലാണ്ടാവും. ഗുരുവായൂരപ്പന്റെ തന്ത്രഭാവം എന്താ? ശരിക്കും ഭഗവാൻ മഹാവിഷ്ണുവാണ്, പരബ്രഹ്മസ്വരൂപനായിട്ടുള്ള മഹാവിഷ്ണു. ഓംകാരം കൊണ്ട് 3 അർച്ചനയുള്ള ക്ഷേത്രമാണ്. അവിടെ സകല പാർശ്വതാദികളും വിഷ്ണുവാണ്. ഇന്നും ഗുരുവായൂരപ്പൻ വിഷ്ണു. നാരായണീയത്തില് ആ തലത്തിലല്ലേ പോയിട്ടുള്ളൂ. അങ്ങനെ പോയിട്ടുള്ളൂ. നേരെ കുറച്ച് പൂന്താനം ഒരു ഭക്തം വിചാരിച്ച ഭഗവാന്റെ ആധാർ കാർഡ് മാറ്റിവിടാൻ പറ്റും. അതാ ചെയ്തത്. ആ ഐഡന്റിറ്റി എടുത്ത് മാറ്റി വിട്ടു. പൂന്താനം എങ്ങനെ വിളിച്ചു അങ്ങനെ എല്ലാവരും വിളിക്കാൻ തുടങ്ങിയ മാതിരി സംഭവിച്ചാണ് പോയത്.
അപ്പോൾ ഇവിടെ ഇതേ ഇൻഫ്ലുവൻസാണ് ജയദേവൻ ചെയ്തത്. ജയദേവൻ ഭഗവാൻ ഒരു കാമുകഭാവം കൊടുത്തു, മധുരഭക്തി എന്ന് പറഞ്ഞൊരു സംഭവത്തിലേക്ക് കൊണ്ടുവന്നു. ഭഗവാൻ ശരിക്കും എന്താ 9.5 വയസ്സാണ് മധുരയ്ക്ക് പോകുമ്പോൾ. അപ്പോൾ രാസക്രിയ നടക്കുമ്പോൾ ഒരു 8 വയസ്സ് കാണുള്ളൂ. 8 വയസ്സുള്ള ഒരാളിൽ എന്ത് സെക്സ്വാലിറ്റി ഉണ്ടാവുക? അല്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അതും സമാധി അവസ്ഥയിൽ നിന്നുള്ള തലത്തിൽ നിന്ന് അത് സമാധി അവസ്ഥ മാത്രമല്ല, യോഗം, തന്ത്രം, സകലതും വന്നിട്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞു എല്ലാ സ്കൂളും വന്ന് ചേരുന്നത് രാസക്രിയയിലല്ല. അതിലൊരു സംഭവമുണ്ട്, അങ്കനാം അല്ലേ? എന്ത് സംഭവം? 2 ഗോസ്ത്രീകള് നടുക്കൊരു കൃഷ്ണൻ തോന്നുന്ന പോലെ സഞ്ചരിച്ചു എന്ന് പറഞ്ഞത്. ഇതാണ് കൃഷ്ണാട്ടത്തില് തമ്പുരാൻ മുല്ലപ്പൂ ചുറ്റിലായിട്ട് വെച്ചിരിക്കണം. മോളും നോക്കുമ്പോ ഗോസ്ത്രീകൾ കൃഷ്ണൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. നമ്മൾ കാണാം, ഗുരുവായൂർ കാണുന്നത്. ഇടയ്ക്കൂടെ കുണ്ടലിയുടെ റൈസിങ്, അത് സർപ്പം പോലെ പോണമെന്ന് പറഞ്ഞു. അങ്കനാം ഓരോ ചക്രങ്ങളെ ഭേദിച്ച് കുണ്ടലിന് കയറി. ഇത് ലളിതാസഹസ്രനാമത്തിൽ ബ്രഹ്മഗ്രന്ഥി വേദിനി, വിഷ്ണുഗ്രന്ഥി വേദിനി, രുദ്രഗ്രന്ഥി വേദിനി എന്ന് പറഞ്ഞാൽ അത് തന്നെ ഭേദിക്കുന്നു. ഗ്രന്ഥിവേദനം ചക്രവേദനം നടത്തിക്കൊണ്ട് പോകുന്ന കുണ്ടലിയുടെ റൈസാണ്. അതുകൊണ്ടാണ് അവസാന സമ്മേളനമാണ് രാസക്രിയയുടെ ക്ലൈമാക്സ് വരുന്നത് അല്ലേ? അത് നോക്കൂ, ശരത്കാലത്തെ ചന്ദ്രിക, എന്താ അമൃതസ്രാവമാണ് ചന്ദ്രനെ കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നത്. മറ്റേ സഹസ്രാര അതിൽ വരുന്ന കൃത്യമായിട്ട് കാണുന്നു. അതാണ് താന്ത്രികാണെന്ന് പറഞ്ഞത്. ഞാനത് പട്ടണമാതിരി ഞാനന്നത് കൽപ്പാത്തിയിൽ വെച്ചിട്ട് കൽപ്പാത്തിയിൽ രാസക്രിയയുടെ യഥാർത്ഥത്തിൽ എന്താന്ന് പറഞ്ഞിട്ടൊരു അത് നാരായണീയം ബേസ് ചെയ്തിട്ടാണ് ഞാൻ കൂടുതലും അത് അന്ന് പറഞ്ഞിരിക്കണം. പിന്നെ ഭാഗവതത്തിൻ്റെ നമ്മുടെ മുതുവറണതിൽ രാസക്രിയയുടെ ഭാഗവതത്തിൻ്റെ കാഴ്ചപ്പാട് തന്നെയുള്ള പ്യുവറായിട്ടുള്ള അത് പിടിച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ വൃത്രനൊക്കെ അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള വൃത്തികളാണ് വൃത്രാസുരൻ. ഈ വൃത്തികളെ ഈശ്വരോന്മുഖമാക്കാനുള്ള ആദ്യത്തെ എഫർട്ടാണ്. അങ്ങനെ ആക്കുമ്പോൾ അദ്ദേഹം സ്തുതിക്കും, അഹം ഹരേ എന്നിട്ടും വൃത്തി പൂർത്തിയാവില്ല. അതുകൊണ്ട് ദശമസ്കന്ധത്തിൽ വരുമ്പോൾ 16,008 വൃത്തികളെ കൊടുത്തിട്ട് അത് ഭഗവാന്റെ നേർക്ക് ഏകോപിപ്പിക്കണം. അത് വൃത്തികൾ മനുഷ്യ ശരീരങ്ങളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവരൊക്കെ നരകന്റെ സ്ഥലത്ത് കിടന്നു. അത് ഭഗവാനിലേക്ക് ഏകോപിപ്പിച്ച ശുദ്ധം. അതുകൊണ്ടാണ് 16,008 വൃത്തികളെ കൊടുത്തിരിക്കുന്നത്. അതൊരു എണ്ണ കണക്കിന് കൊടുക്കുന്നത്. അതാണ് ഈ 16,008 വൃത്തികളും ഭഗവാന്റെ സവിധത്തിൽ എങ്ങനെ വർക്കുമെന്നുള്ള നാരദം പോയിട്ട് അത് ക്രിസ്തവത്വം നോക്കണം. എനിക്ക് ഋഷി പോയിട്ട് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അത് ഓരോ സ്ഥലത്തും ഗൃഹസ്ഥനായിട്ട് ആവശ്യമില്ല. അത് ഏത് തലത്തിൽ പഠിച്ചാലും ഭാഗവതത്തിൽ മെറ്റീരിയൽ കിടക്കും. അതുകൊണ്ടാണ് ചില്ലറ ബ്രെയിൻ എഴുതിയതല്ല. ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളതും പൂർണ്ണരൂപമല്ല. ജയദേവന്റെ ജ്യേഷ്ഠൻ ഗോപദേവൻ എഡിറ്റ് ചെയ്താണ് നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ളത്. പുരി ക്ഷേത്രത്തിൽ വെച്ചിട്ട് അദ്ദേഹം എഡിറ്റ് ചെയ്തിട്ട് അന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള പല ഭാഗങ്ങൾ തപ്പിയെടുത്ത് അദ്ദേഹം ഏകോപിപ്പിച്ച് കിട്ടിയിട്ടുള്ള ഇന്നത്തെ 12 സ്കന്ധം. കേരളത്തിൽ ഇപ്പൊ തന്നെയുള്ള ടെക്സ്റ്റുകളിൽ ഇല്ലാത്ത എത്രയോ ശ്ലോകങ്ങൾ പുറത്തുള്ള പല ഭാഗവത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അനവധിയുണ്ട്. ഇനി വേറെ രസം, ഈ ഗോപദേവൻ സ്വന്തം അനിയൻ കൃഷ്ണനെ ഈ വിധത്തിൽ ഒരു കാമുകനാക്കണമെന്ന് സബ്സ്ക്രൈബ് ചെയ്ത ആളായിരുന്നു. അതുകൊണ്ടാണ് ഭ്രമരഗീതത്തിലൊന്നും രാധയുടെ പേര് വരുന്നില്ലല്ലോ. രാധ ഒരു ലിറ്റററി ക്യാരക്ടർ ആയിരുന്നു. ഇല്ല, സ്വന്തം ചേട്ടൻ അംഗീകരിച്ചിട്ടില്ല. ഇല്ലെങ്കിൽ അദ്ദേഹം ഉറപ്പായിട്ട് ഭാഗവതത്തിലേക്ക് കയറ്റും. അതില്ലാത്തതുകൊണ്ടാണല്ലോ ഇപ്പൊ ഈ ഇസ്കോൺ പോലുള്ള ഒരു ഗർഗഭാഗവതം എന്ന് പറഞ്ഞ് ഗർഗ സംവിധാന പേര് മാറ്റി പ്രൊമോട്ട് ചെയ്യുന്നത്. അവര് മഹാഭാരതത്തിന് ചവിട്ടുകയാണ്. അവർക്ക് എന്താ വെച്ചാൽ കൃഷ്ണൻ രാധയും വേണം സെല് ചെയ്യാൻ. കൃഷ്ണരാധ സങ്കല്പം ശരിക്ക് രാധ എന്നുള്ളത് ജയദേവൻ കൊണ്ടുള്ള ലിറ്റററി ക്യാരക്ടർ ആണെങ്കിലും ആസ് എ ഹയർ കൺസെപ്റ്റ് പണ്ടേ ഉണ്ട്. രാധാ ശബ്ദം ബ്രഹ്മാനന്ദത്തിന് സൂചകമായിട്ടാണ് വേദത്തിൽ വരുന്നത്. പഞ്ചരാത്രത്തിൽ വരുമ്പോൾ ശിവന്റെ അംശമായിട്ടാണ് പറഞ്ഞത്. ആത്മാവ് തന്നെ രാധ എന്നാണ് പറഞ്ഞത്. മന്ത്രശബ്ദങ്ങൾ മുഴുവൻ, ബീജങ്ങൾ മുഴുവൻ ശൈവവും കാളിയും ചേർന്ന ബീജങ്ങളാണ്. ഒറ്റ വൈഷ്ണവ ബീജങ്ങളില്ല രാധയിൽ. പ്രൈമോഡിയൽ അത് നമ്മൾ സാധാരണഗതിയിൽ പുരുഷൻ പ്രകൃതി എന്ന് നമ്മൾ സാങ്കേതികത്തിൽ പറയണത് തന്നെ. ശൈവത്തിൽ വരുമ്പോൾ ശിവനും ശക്തിയും, വൈഷ്ണവത്തിൽ വരുമ്പോൾ ലക്ഷ്മിയും നാരായണനും, ഗൗഡീയ വൈഷ്ണവത്തിൽ വരുമ്പോൾ കൃഷ്ണൻ രാധയും. ഇതാണ് സംഭവിക്കുന്നത്. ഇതൊന്നാണെന്ന് അംഗീകരിക്കാനാണ് പ്രശ്നം. ഒന്നിന്റെ മുകളിൽ വലുതാണ് മനുഷ്യന്റെ ഇതൊറ്റ വസ്തുവാണ്. ഇത് ഒരേ കാര്യത്തിന് നമ്മൾ എന്ത് പേരിട്ട് വിളിച്ചാൽ അതിനെ ഒരു മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. അപ്പൊ രാധ പ്രകൃതിയാണെന്നുള്ളത് 100%. ഭഗവാൻ സാക്ഷിയാണ്. രാധയിലാണ് കർമ്മങ്ങളൊക്കെ നിൽക്കുന്നത്, ശക്തിയിലാണ് കർമ്മങ്ങൾ നിൽക്കുന്നത്. ശിവനിലല്ലോ കർമ്മം നിൽക്കുന്നത്. നാരായണനിൽ കർമ്മം നിൽക്കുന്നില്ല, ലക്ഷ്മിയിലല്ലേ. എന്തുകൊണ്ട് ലക്ഷ്മി വിഷ്ണു എന്നോ ലക്ഷ്മി ഹരി എന്നോ പറയില്ലല്ലോ. ലക്ഷ്മി നാരായണൻ. നാരായണൻ ബ്രഹ്മവാചിയാണ്. അതിന് രൂപമില്ല.
അത് ഏത് പാത്രത്തിൽ ഒഴിച്ചു വെച്ചോ ആ പാത്രത്തിന്റെ ആകൃതി എടുക്കുന്നതാണ്. ആ പാത്രങ്ങൾക്കൊക്കെ ഉള്ള പേരാണ് നാരായണൻ. നാരായണനെ ഏത് പാത്രത്തിൽ ഒഴിച്ചു വെച്ചാൽ ആ ആകൃതി എടുക്കും. അതുകൊണ്ടാണ് അതുകൊണ്ട് എപ്പോഴും ശരിക്കും പറഞ്ഞാൽ നമ്മൾ പിൽക്കാലത്ത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുമ്പോൾ അതിലൊരു വ്യത്യാസം വന്നതാണ്. ശരിക്കും അർജുനനും കൃഷ്ണനും തമ്മിൽ കൃഷ്ണൻ വ്യത്യാസം കണ്ടിട്ടില്ല, അർജുനനുണ്ടായിരുന്നു, നമുക്കുണ്ട്. കൃഷ്ണൻ അർജുനനെ തന്നിന്ന് വ്യത്യാസമായിട്ട് കണ്ടില്ല. ഞാൻ ചില പ്രഭാഷണത്തിൽ പറയാറുണ്ട്, ദ്രൗപദി അമ്മ പോലും ഗോവിന്ദ ദ്വാരകാവാസെന്ന് വിളിച്ചപ്പോഴേ വന്നുള്ളൂ. ഈ അർജുനൻ സകല കുഴപ്പത്തിൽ പോയി ചാടുമ്പോഴും വിളിച്ചില്ലെങ്കിലും അവിടെ വരും. സന്താനവാരം നോക്കൂ, ജയദ്രഥനെ നോക്കൂ, എല്ലാറ്റും ജയദ്രഥനൊക്കെ ഭഗവാൻ ദേഷ്യപ്പെട്ട് ശാസിക്കുക, എന്ത് മണ്ടത്തരാ നീ ചെയ്തെന്നൊക്കെ ചോദിച്ചില്ലേ. നമ്മൾ ഇതുവരെ കാണാത്തൊരു കൃഷ്ണനാണ് നമ്മൾ ശരിക്കും. അതുപോലെ സന്താനവാരം അങ്ങ് പറഞ്ഞപ്പോഴാണ് ഈ നമ്മള് വിദ്യാഭ്യാസവും അല്ലെങ്കിൽ അങ്ങനെ ഒരു ഈഗോ ഉള്ള ഒരാള്, അർജുനൻ എന്ന് പറഞ്ഞാൽ അന്നത്തെ മാസ്റ്റർ ഓഫ് എവറിത്തിങ്, യുദ്ധമുറയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം പറഞ്ഞത് നമ്മൾ ബ്രാഹ്മണന്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കുക എന്നുള്ളത് രാജാവ് എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ യോദ്ധാവ് എന്നുള്ള നിലയ്ക്ക് എൻ്റെ കടമ ഞാൻ ചെയ്യും. അപ്പോൾ അതിനൊന്നും മെനക്കെട്ടത് കാര്യമില്ല എന്നുള്ള മട്ടിന് പറഞ്ഞിട്ട് ചെയ്യുമല്ലോ. അത് പലപ്പോഴും പ്രൊഫഷണൽ എന്നുള്ള നിലയ്ക്ക് നമുക്ക് പറ്റുന്ന ചില ശ്രമങ്ങളാണ്. അതായത് ചിലത് ടെൽറ്റൈൽ സയൻസ് ചിലപ്പോൾ കാണും, അതിലേക്ക് പോകണ്ട, അത് നീ കുട്ടിയെ കാണില്ല എന്നുള്ള ഒരു ഇത്. അപ്പം നമുക്ക് തോന്നും, ഓ ഇത് നമ്മൾ ഈ സെൽഫ് കോൺഫിഡൻസ് അതൊക്കെയാണല്ലോ ഈ മോഡേൺ ഇതിനകത്ത് പറയുന്ന സെൽഫ് കോൺഫിഡൻസ് വേണം നമുക്ക്, സ്വന്തമായിട്ട് ഗോ ഗെറ്റർ പോയി. അത് പലപ്പോഴും അങ്ങനെ ഒരു ഇത് വല്ലപ്പോഴും എനിക്കങ്ങനെ അങ്ങനെ ഉണ്ടാവേണ്ട ഈശ്വരാധീനം ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഭഗവാനിലേക്ക് സമർപ്പിക്കാത്തിടത്തോളം ആ ഫോഴ്സ് നമുക്ക് വേണ്ടി വർക്ക് ചെയ്യില്ല. പലപ്പോഴും ഈ രണ്ട് സ്ഥലത്തത് നമ്മുടെ ഈ ഭഗവാന്റെ കഥയായിട്ട് ബന്ധപ്പെട്ട് രണ്ട് സ്ഥലത്ത് വരുന്നുണ്ട്. ഒന്ന് ജരാസന്ധവധത്തിൽ, രണ്ട് സന്താനഗോപാലത്തിൽ. ജരാസന്ധവധത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവിക്കുന്നത്, 27 ദിവസം മുന്നേ ഇവരവിടെ സാധകബ്രാഹ്മണരുടെ വേഷത്തിൽ ആ കോട്ടമതിൽ ചാടിക്കിടന്ന് വരുന്നതിന് മുന്നേ ഇവർ ഇന്ദ്രപ്രസ്ഥത്ത് വരുമ്പോഴേ ഭീമന് സമയം ഉണ്ടായിരുന്നു, ഭഗവാനെ ഇയാളെ എങ്ങനെ കൊല്ലാം. അങ്ങനെയാണെങ്കിൽ 1-ാം ദിവസം രാത്രി എന്നെ വലിച്ചു കയറി രണ്ട് സൈഡിലിട്ട് കാര്യം കഴിഞ്ഞവർക്ക് വീട്ടിൽ പോയിരുന്നു. ഭീമൻ പക്ഷെ അഹങ്കരിച്ചു. ഭീമൻ വിചാരിച്ചു താൻ വിചാരിച്ചാലേ ഇത് തല്ലി പൊളിക്കണം. അതുകൊണ്ട് എന്താ 27 ദിവസം നല്ല അസ്സ അടികൊണ്ട് പഞ്ചറായി കഴിഞ്ഞപ്പോഴാണ് മൂപ്പർക്കൊരു ബോധം വരുന്നത് ഇയാളെ കൊല്ലാൻ പറ്റില്ല. അപ്പോൾ ഈ പകുതി ശ്രദ്ധയിലാണ് നമ്മൾ ഭഗവാന്റെ അടുത്ത് അപ്പോഴും പോവുക. എങ്ങനെയാണ് കീറി ഇടേണ്ടതെന്ന് കണ്ടില്ല, കീറി ഇടണമെന്നേ കണ്ടുള്ളൂ. അന്നും പക്ഷെ കൊളായി. ചില ആൾക്കാർ അവിടെ വെച്ച് നിർത്തി ഞാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ടും കാര്യം നടന്നില്ല എന്ന് പറയും. പക്ഷെ ഭീമൻ കുറച്ചുകൂടെ ഗുരുത്തമുള്ളതുകൊണ്ട് അദ്ദേഹം പിറ്റേ ദിവസം ഒന്നുകൂടെ ചോദിച്ചു. അപ്പൊ കറക്റ്റ് അപ്പോഴാ സത്യം ഇട്ടത് ഇങ്ങനെയല്ല ഇങ്ങനെയാണ്. അത് കണ്ട് ചെയ്തപ്പോ പ്രയോഗസിദ്ധി വരികയും അർജുനന്റെ കേസിൽ ഇത് തന്നെയാണ്. അർജുനൻ ഭഗവാൻ അവിടെ ഉണ്ട്, പക്ഷെ ഒരു നിമിഷം ഭഗവാനെക്കാളും വലുതാണ് താൻ എന്നുള്ള ചിന്ത അവിടെ വന്നു എന്നുള്ളത്. പക്ഷെ ഞാനിത് സന്താനോപാലത്തിന് കുട്ടികൾ ഉണ്ടാവാനുള്ള ഒരു കഥയോ ഈ തരത്തിലോ എല്ലാം വലിയൊരു സത്രത്തിൽ പറഞ്ഞു ഉദിച്ചതിന് ഈ മുഴുവൻ ഇരുന്ന് കേട്ടു. എൻ്റെ കഴിഞ്ഞ അടുത്ത പ്രഭാഷണം അദ്ദേഹത്തിൻ്റെ ആയിരുന്നു. അദ്ദേഹം നേരത്തെ വന്നു. അപ്പോൾ അദ്ദേഹത്തിന് അവരവിടെ കൊണ്ടിരുത്താൻ പറ്റുമ്പോൾ ഞാൻ തുടങ്ങിയിട്ടുള്ളൂ. അദ്ദേഹം നേരെ അവിടെ വന്നു, ഫ്രണ്ടിൽ വന്ന് ഫുള്ള് കേട്ടു. എന്നോട് പറഞ്ഞു നല്ല കാഴ്ചപ്പാടാണ് എന്ന് പറഞ്ഞിട്ട് പോയി. നൊച്ചൂരെണ്ണ പിന്നെ ഫുള്ള് ഇരുന്ന് കേൾക്കും. കോളേജ് പഠിക്കണമെന്നോട്ട് എൻ്റെ സീനിയർ എടുത്തു ലാഘവ മാർക്കടാ എൻ്റെ അല്ല വിക്ടോറിയയിൽ മൂപ്പര് ABP ആയിരുന്നു. എന്നെ ഇലക്ഷൻ നിർത്താൻ വേണ്ടി എൻ്റെ അച്ഛനോട് ചോദിക്കാൻ വന്നിട്ട് അങ്ങനെ പരിചയപ്പെടുന്നത്. അപ്പോൾ ഈ സന്താനഗോപാലൻ കഥയുടെ കോറിൽ കിടക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രഹ്മാകാര വൃത്തി സാധനയായിട്ട് കൊണ്ടുവരുമ്പോൾ ഒരു സാധകന് വരുന്ന പ്രശ്നമാണ് ശരിക്കും അതിൽ ചർച്ച ചെയ്യുന്നത്. ഈ ബ്രാഹ്മണൻ ഉണ്ടാവണ ഓരോ കുട്ടിയും നമുക്ക് ഫ്ലാഷസ് ആയിട്ട് ഉണ്ടാവണ ബ്രഹ്മാകാര വൃത്തിയാണ്. ഇപ്പം മധുരം എന്താ നമ്മളിങ്ങനെ ഒന്നറിയാം. അത് സംസാരത്തിൽ തട്ടുമ്പോൾ, നമ്മളെ വന്നിട്ട് കോളിംഗ് ബെല്ല് അടിക്കുമ്പോൾ, ആരെങ്കിലും ഫോൺ വിളിക്കുമ്പോൾ ഭൂസ്പർശം വന്നു മരിച്ചു കുട്ടി എന്ന് പറയും. ഭൂമി പോയി. അവസാനം എന്താ സംഭവിക്കുന്നത്? അഹങ്കാരത്തോടുകൂടി സമീപിച്ചപ്പോ ബോഡി പോലും കണ്ടില്ല. ബ്രഹ്മബോധം വന്നോന്ന് പോലും അറിയാത്ത ഇത് അപ്രത്യക്ഷമായി പോയി. ഇതാണ് സംഭവിച്ചത്, ഫ്ലാഷിൽ പോയി. അതുകൊണ്ടൊരു സാധകൻ അവിടെയും ഭഗവാന്റെ കൈപിടിച്ചിട്ട് തന്നെ വേണം ഭഗവാന്റെ അടുത്തെത്താൻ. ഗണപതിക്ക് നേദിച്ചിട്ട് വേണം ഗണപതി ഹോമം ചെയ്യാൻ
അല്ലെ ഗണപതിക്ക് വെച്ച് നമ്മൾ പറയാം ഗണപതിക്ക് എന്തിനാ വിളിച്ച അല്ല ഗണപതിക്ക് കൊടുത്ത് ഗണപതിനെ പൂജിച്ചിട്ടാണ് ഗണപതി. അതുപോലെ ഭഗവാന്റെ കൈ പിടിച്ചിട്ട് വേണം ഭൂമാവിന്റെ അടുത്ത് എത്തണമെങ്കിൽ. അപ്പൊ ഭഗവാൻ കൊണ്ടുപോകണം. ആ കൊണ്ടുപോകുമ്പോഴുള്ള ധ്യാനത്തിൽ യോഗിക്ക് വരുന്ന മാറ്റങ്ങൾ ആ യാത്രയെ കാണാം. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന പുഷ്കരാവർത്താദികളായിട്ടുള്ള ഈ നമ്മുടെ ബലാഹകം തുടങ്ങിയിട്ടുള്ള കുതിരകളുടെ നിയന്ത്രണം, ഇന്ദ്രിയങ്ങൾ അടങ്ങിയാൽ പോലും ആദ്യം നമ്മൾ പ്രവേശിക്കണ അന്ധകാരമുണ്ട്. കണ്ണട തിരിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒന്നും കാണില്ല. അതാണ് ആ ലോകാലോക പർവ്വതം കിടക്കുന്ന സമയത്ത് അർജുനൻ പേടിച്ച് പറഞ്ഞിട്ട് കുതിരകൾ പോലും കണ്ണ് കാണാണ്ട് വിറച്ചു എന്ന് പറയുമ്പോൾ അങ്ങനെ സാധനയില് മുന്നോട്ടൊരു വഴി കാണാണ്ട് ഇന്ദ്രിയങ്ങൾ പോലും പ്രശ്നത്തിലായി. നമ്മുടെ മനസ്സിനെ നമുക്ക് ആ സമയത്ത് പോലും ഞാൻ പോണ വഴി ശരിയാണോ, ഇരുട്ട് മാത്രമല്ല ഞാൻ കാണുള്ളൂ, ഇതൊക്കെ ഇപ്പോൾ അങ്ങ് പറഞ്ഞ പോലെ ഇതൊക്കെ നമ്മൾ ശരിയായിട്ടൊരു വഴിയാണോ പോണേ എന്നൊരു നമ്മുടെ സെൻസ് ഓഫ് ഡൗട്ട്. അതാണ് അർജുനന്റെ വറ. അത് വരുന്ന സമയത്ത് എന്തിനു ഉപയോഗിച്ചിട്ടാ വഴി കാണിക്കണേ? സമ്യക്കായ ദർശനം, സകലത്തിലും ബ്രഹ്മത്തെ കാണാനുള്ള വിദ്യ സുദർശനം. അതിനെ മുന്നിലങ്ങോട്ട് കിട്ടണം. ഇതാണ് കാണിക്കേണ്ടത് വഴി. അങ്ങനെ സകലത്തിലും ഭഗവാനെ കണ്ടുകൊണ്ടുള്ള യാത്രയാണ് എല്ലാ വസ്തുക്കളിലും. ഒരു ഗൃഹസ്ഥൻ അതാ പറഞ്ഞിട്ടുള്ളത്. രാവിലെ തൊട്ട് രാത്രി വരെ ചെയ്യണ പണികളിലൊക്കെ. അല്ലാണ്ട് നമുക്കൊരു സ്ഥലത്ത് പോയിട്ട് അടങ്ങി ഇരുന്നിട്ട് മഹാദേവനെ വരെ അകത്തേക്ക് ധ്യാനിക്കാൻ സാധിക്കില്ല. നാരായണനെ വരി എല്ലാ വസ്തുവിലും പുറത്തേക്ക് സകലത്തിലേക്കും വ്യാപിപ്പിച്ചുകൊണ്ട് ധ്യാനിക്കാം. അങ്ങനെ ധ്യാനിച്ചു കൊണ്ടുപോയാൽ കുറെ കാലം കഴിയുമ്പോൾ അകത്തേക്കാവും. വിഷ്ണുവിന്റെ വഴിക്ക് പോയാൽ അവസാനം ശിവന്റെ വഴിയിലേക്ക് എത്തും. പക്ഷെ അത് നാച്ചുറലി സംഭവിക്കേണ്ടതാണ്. അതെ വിഷ്ണു, അതെ ശുഭമഹർഷി പറഞ്ഞ വിഹംഗഗതി എങ്ങനെയാണോ അങ്ങനെ തത്തി കളിച്ചിരിക്കുന്ന ഒരു പക്ഷി ചാടി പറക്കുന്നത് അതുപോലെ. അപ്പോൾ ഈ എന്താ പറയുക, ആ ബ്രഹ്മാകാര വൃത്തി ഉറച്ചു കിട്ടുമ്പോൾ അർജുന ഹാപ്പിയോ. അർജുനൻ ഭഗവാന്റെ കൈ പിടിച്ചുകൊണ്ടിരിക്കുക, വിടുന്നില്ല. അങ്ങനെ എത്തുന്ന സമയത്ത് വീണ്ടും സാക്ഷാത്കാരത്തിന്റെ ഗേറ്റ് കടക്കെത്തുകയാണ്. ചക്രവേദനം തുടങ്ങുന്നത് 6 പടി 7 ഗേറ്റാണ് വൈകുണ്ഠത്തിന്. ആണ് പടി 6 കടന്ന് അവിടെ ചെല്ലുമ്പോൾ ഈ 6 പടി ആജ്ഞ കടന്നു കഴിയുമ്പോഴും മമതിയും അഹങ്കാരവും നിൽക്കുന്നുണ്ടെങ്കിൽ ജയനും വിജയനും. കൂടസ്ഥന്മാരായിട്ടുള്ള ആത്മസ്വരൂപികളായിട്ടുള്ള സനകാദികളെ തടഞ്ഞ ആൾക്കാർ നിൽക്കുന്ന സ്ഥലം. അതായത് അപ്പോഴാ പറഞ്ഞത് ഇവിടെ നിങ്ങൾ വന്ന് നിൽക്കുന്നു പോ എന്ന് പറഞ്ഞത്. എന്നാലും ഭഗവാനെ കാണുള്ളൂ. അങ്ങനെ വരുമ്പോൾ സഹസ്രാരത്തിൽ ആൾ ഇങ്ങോട്ട് അറിഞ്ഞു വരുന്ന. അതാണ് വിഷ്ണു പുറത്തേക്ക് വന്നിട്ട് ആ സനകാദികളെ വിളിച്ചോണ്ട് പോയിട്ടുള്ളത്. ഈ 6 ഗേറ്റ് ഭഗവാൻ കടക്കണ സമയത്ത് ആദ്യത്തെ ഗേറ്റ് മൂലാധാരം ഭേദിക്കുന്ന സമയത്ത് അർജുനൻ പിന്നെയും പേടിക്കും. അത് സാധനയുടെ തുടക്കത്തിൽ സാധനം ഭയക്കും. ഞാനൊന്ന് ബാക്കപ്പ് ചെയ്തിട്ട് ഈ ലോകാലോകത്തിൽ കൂടെയുള്ള ആ യാത്ര കുണ്ടലിനിന്ന് മുകളിലേക്കുള്ള നട്ടലാണ് ലോകാലോക നട്ടല് മേരു മേരുദണ്ഡം ലോകാലോക ഒക്കെ നട്ടലിൽ കൂടുള്ള പരിപാടികളൊന്നും പറഞ്ഞു വെച്ചിരിക്കുന്നത്. യോഗവാസിഷ്ടത്തിൽ വ്യക്തമായ അതിന്റെ ഇല്ലസ്ട്രേഷൻ ആണ് പുറത്ത്. അപ്പൊ 2 സമയത്ത് നമ്മുടെ മനസ്സ് പടയ്ക്കും. തുടങ്ങുമ്പോഴും പടയ്ക്കും, സാക്ഷാത്കാരം വരുമ്പോഴും പടയ്ക്കും. അത് രമണ മഹർഷി സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരു വിറ വരുന്നു ആ കടക്കുമ്പോ. അത് അപ്പം നമ്മളുടെ വൈകുണ്ഠത്തിലേക്ക് അങ്ങോട്ട് കയറുകയാണ്. വൈകുണ്ഠത്തിലേക്ക് കയറുക എന്ന് പറഞ്ഞാൽ വികുണ്ഠത, എല്ലാ സംശയങ്ങളും അവസാനിക്കുന്ന അവസ്ഥയാണ്. അതൊരു സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണ്. അതിലേക്ക് അങ്ങോട്ട് കയറുമ്പോൾ ഒരു വിറ, ഒരു ഭയം. അപ്പോഴും അർജുനൻ പേടിക്കുന്നുണ്ട്. ഭഗവാനെ എനിക്ക് പേടിയാവണു എന്നാ പറഞ്ഞത്. നീ പേടിക്കണ്ട, എന്റെ കൈ പിടിച്ചോ. അപ്പോഴും ഭഗവാൻ തന്നെ വേണത്ര നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാനേ. അങ്ങനെ 6 ഗേറ്റും കടന്ന 7ാം ഗേറ്റിൽ ചെല്ലുമ്പോഴാണ് ഭൂമാവനെ കാണുന്നത്. അനന്ത ഭൂമാം അമരോഗരാശി. വാക്ക പട്ടികളുടെ ബുദ്ധി ആലോചിച്ചു. അനന്ത വിഷ്ണു എന്നോ അനന്ത ഹരി എന്നോ ഒന്നും ഉപയോഗിച്ചില്ല. അവിടെ ഭൂമാ എന്നുള്ള ശബ്ദം എടുത്ത് ഉപയോഗിച്ചു. കാരണം ഭൂമാവിനെ അറിയുമ്പോൾ സകല രോഗവും പോകും. ലൗകിക ബന്ധങ്ങളൊക്കെ മനസ്സിന്ന് വിട്ടു കഴിഞ്ഞാൽ ശരീരത്തിന് ബാധിക്കുന്ന വിഷയമല്ലല്ലോ. അവിടെ അനന്ത ഭൂമാം അമരോഗരാശി നിരുന്ധി മാതാലയ വാസവിഷ്ണു. ഭയങ്കര രസമാണ്. ജീനിയസുകൾ ആർക്കും തന്നെ ഇരുന്ന് എഴുതിയതാണ്. ഇവിടെ ഒരു ചെറിയ ഞാൻ വരാം വന്നോളാം. ഞങ്ങളിവിടെ കുടിച്ചോളാം. ഭൂമാവാണ് വാസ്തവത്തില് ഭൂമാവിനെയാണ് പൂർണ്ണത്രയീശനായിട്ട് പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. നമ്മൾ സന്താനഗോപാലമൂർത്തി എന്ന് പറയുമെങ്കിലും അത് കുറെ കൂടെ ഉയർന്ന അർത്ഥത്തിൽ വേണം ഭഗവാനെ കാണാൻ. പൂർണ്ണത്രയീശൻ ഭൂമാവാണ്. അവസാനം നമ്മളെ വിശ്വരൂപത്തിൽ കാണുന്നില്ല. സന്താനഗോപാലൻ കഥയിൽ ഗുരുവായൂർ നമ്മൾ കൃഷ്ണാട്ടം കാണുമ്പോൾ അവസാനം ഫ്ലോട്ട് ഉണ്ട് ആ കുഞ്ഞുങ്ങളെ. ഞാൻ സന്താനഗോപാലം കേട്ടില്ല. ഇന്നാള് പോയപ്പോ മറ്റേ ബലരാമന്റെ ഈ ബലരാമനും അതുമാതിരിയുണ്ട്. ബലരാമൻ ശുദ്ധജ്ഞാനാണ്. ശുദ്ധജ്ഞാനം സദാ ബ്രഹ്മാനന്ദത്തിൽ ലയിച്ചിട്ട് കിറങ്ങിയിരിക്കും. അതാണ് അദ്ദേഹം സദാ പിടിച്ചിരിക്കുന്നത്. അദ്ദേഹം കയ്യിലുള്ള ആയുധം ശുദ്ധജ്ഞാനം കളച്ചു മുറിക്കും.
ശുദ്ധമായിട്ടുള്ള അറിവ് എന്തിനും കടച്ചു മറിക്കും. അതാണ് കലപ്പം കൊണ്ടാണ് അത് ഗതി മാറ്റി വിടും ആശയങ്ങളുടെ. ഡിസ്റപ്ഷനാണ് ശുദ്ധജ്ഞാനത്തിന്റെ ഐഡിയ മുഴുവൻ അൺലേണിയിപ്പിച്ചു. അതുകൊണ്ടാണ് നൈമിഷാരണ്യത്തിൽ അദ്ദേഹം തീർത്ഥാടനത്തിന് പോയപ്പോൾ സൂതൻ സിംഹാസനത്തിൽ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, കഥ പറയുകയാണ്. അത് എണീച്ചു നിന്നില്ല. അദ്ദേഹം കാലപ്പേട് തവണ തലയടിച്ചിട്ട് അദ്ദേഹത്തിനെ വധിച്ചു കളഞ്ഞു. ശുദ്ധജ്ഞാനം അങ്ങനെയാണ്. പുരാണ പ്രവചനം പോലും മായയാണെന്നാണ് ശുദ്ധജ്ഞാനത്തിന്റെ പക്ഷം. അപ്പൊ ശുദ്ധജ്ഞാനത്തിനെ റെസ്പെക്ട് ചെയ്യണം. ഇത് മായയാണെന്ന് അംഗീകരിച്ചോണ്ട് അത് ചെയ്യാൻ എണീച്ചത് അവിടെ തലയടിച്ച് നടത്തണം. അത് അല്ലാണ്ട് ചുമ്മാ കയറിയിട്ട് അദ്ദേഹത്തിനെ ഒരു ബ്രാഹ്മിൻ കില്ലറോ അല്ലെങ്കിൽ സൂതനെ കൊന്നവെന്ന അർത്ഥത്തിൽ പറയാൻ പറ്റും. പക്ഷെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം തീർത്ഥയാത്രയ്ക്ക് പോകുന്ന അതെന്താ ആ തീർത്ഥയാത്രയ്ക്ക് പോകുന്നതായിട്ട് പറയാൻ കാരണം വെച്ചാൽ ആത്മസ്നാനം ചെയ്തുകൊണ്ടുള്ള സഞ്ചാരമാണ്. പിന്നെ മായ നശിപ്പിച്ചു. പുരാണ പ്രവചനത്തിന്റെ അത് ആധ്യാത്മികതയിൽ പോലും കടന്നുകൂടിയിട്ടുള്ള മായ നശിപ്പിച്ചു. അല്ല, ആ സൂതനെ കൊന്നതിന്റെ പാപം തീർക്കാനാന്നുള്ള ഒരു കഥയുടെ സ്ട്രക്ചർ അങ്ങനെയാണ്. പക്ഷെ ഇതിന്റെ കോറിൽ കിടക്കുന്ന സാധനം എങ്ങനെയാണ് നടക്കുന്നത്? അതുകൊണ്ടാണ് ഏതോ ഒരു കാലത്ത് ജനിച്ച തന്നെക്കാട്ടും എത്രയോ ഉയരമുള്ള ഒരു സ്ത്രീയെ ഒറ്റ പാദസ്പർശം കൊണ്ട് ചെറുതാക്കി ഭാര്യയ്ക്ക് വേറെ ഭാര്യമാരില്ല തന്നെ. ദേവതരം ഭഗവാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതുമാതിരി ശുദ്ധജ്ഞാനം എപ്പോഴും തിയറിയാണ്. സാഖ്യം, ബലരാമൻ സാഖ്യ, അതിന്റെ പ്രാക്ടിക്കൽ യോഗ, സാഖ്യയോഗം, രാമകൃഷ്ണ. എപ്പോഴും ബലരാമൻ കൃഷ്ണ ഒന്നിച്ചാണ് സാഖ്യ യോഗം ഒപ്പം നടക്കുന്നത്. സാഖ്യ യോഗം അവതരിച്ചാന്ന് പറയും. പ്രമാണമുണ്ടേ. നമ്മുടെ ആധ്യാത്മിക സാഹിത്യം കൃത്യമായി മനസ്സിലാക്കാൻ ആദ്യം വ്യാകരണം പഠിച്ചിട്ട് വേണം. കാരണം ഓരോ ശബ്ദത്തിനും അർത്ഥമുണ്ട് സംസ്കൃതം. ഇന്ന് രാവിലെ നമ്മൾ ഈ കാര്യം പറഞ്ഞത് സുഖമില്ലായിരുന്നു. നമ്മുടെ ശാസ്ത്രം പഠിക്കണമെങ്കിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള മറ്റേ ആരോ സംസ്കൃതം ബേസിക് ആയിട്ട് ഭാഷണം വ്യാകരണവും എങ്ങനെയാണ് ഒരു പദം പിരിക്കുന്നത്, അതിൻ്റെ അത് പിരിച്ച് അതിന് ഓരോന്നിൻ്റെ അർത്ഥം പറഞ്ഞ് അതിനെ എങ്ങനെ യോജിപ്പിച്ചിരിക്കുന്നു. അത് ചെറുപ്പകാലത്ത് പറ്റാത്തതിൻ്റെ ഒരു ക്ഷീണം എൻ്റെ നോളേജ് ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസം. പക്ഷേ ഈ ഗീതയിൽ മറ്റുമൊക്കെ ഈ വ്യാഖ്യാനങ്ങൾ നമ്മൾ വായിച്ചിട്ട് മനസ്സിലാക്കാനുള്ള കഴിവ് കിട്ടണമെന്നല്ലാതെ ശരിയായിട്ട് അതിൻ്റെ ആ ഇൻഡെപ്തായിട്ട് അറിയണമെങ്കിൽ നമുക്ക് തീർച്ചയായും. ആനന്ദവനം സ്വാമി എൻ്റെ നാരായണത്തിൽ ഒരു പാരഗ്രാഫ് എഴുതി. അദ്ദേഹം പറയുന്നത് ബേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി പോലുള്ള ഒരാളെ ഭക്തകവി എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കരുത്. സത്യം. ഇത് പ്രാണന്റെ സഞ്ചാരം അനുസരിച്ച് അതിന് വേണ്ടിയിട്ടുള്ള അക്ഷരദേവതയാണ് അദ്ദേഹം പ്രസന്റ് ചെയ്തിരിക്കുന്നത്. സത്യമാണ്. ഞാനത് വായിച്ചു ആദ്യമായിട്ട് അങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ. അത് അങ്ങേ സംബന്ധിച്ചിടത്തോളം ആദ്യമല്ല, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടായിരുന്നു. അതാണ് ഈ ഒറിജിനൽ ശ്ലോകമല്ലാതെ ആർക്കും വായിച്ചാൽ രസം ഉണ്ടാവില്ല. ഇല്ല, ഇത് മലയാളത്തിൽ ഇപ്പൊ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള വരുന്നുണ്ട് ധാരാളം. അത് വായിച്ച ഒരിക്കലും നാരായണൻ വായിച്ച് പറ്റില്ല. ദേവമഹാത്മ്യത്തിൽ ഇതേ അവസ്ഥയാണ്. ഇതില് രസം എന്താ വെച്ചാൽ പൂണ്ടി 6-ാം നമ്പർ. ഇത് ഞാൻ പല പ്രഭാഷണത്തിലും പറഞ്ഞിട്ടുണ്ട്. 400-ാം വർഷം വാർഷികം നടന്നു ഗുരുവായൂർ സത്രം ഹാളില് ഈ ഇതിന്റെ നാരായണീയത്തിന്റെ. അപ്പോ അദ്ദേഹം അന്ന് പ്രഭാഷണത്തിൽ പറഞ്ഞു, നിങ്ങൾ കരുതുന്നത് പോലെ ഭട്ടതിരിക്ക് വാദമായിരുന്നില്ല രോഗം, മനസ്സിലായിരുന്നു രോഗം. എന്നിട്ട് അദ്ദേഹം പ്രാണനിൽ പിടിച്ചിട്ട് ഈ സാധനം കൂടി പറഞ്ഞിട്ടുണ്ട്. അത് പത്രവാർത്തകളിലും കേട്ടവരിൽ നിന്നും കിട്ടിയതാ എനിക്ക്. കാരണം അന്ന് റെക്കോർഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് വലിയൊരു ഗംഭീര പ്രഭാഷണം നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടെന്ന് പറയാം. പ്രാണനാണ് ഗുരുവായൂരപ്പൻ. ഗുരുവായ വായു അത് സഞ്ചരിക്കണ പുരം ശരീരം. അല്ലാണ്ട് തൃശ്ശൂർ ജില്ലയിലുള്ള ഗുരുവായൂരല്ല എനിക്ക് പട്ടേൽ എഴുതി വെച്ചിരിക്കുന്നത്. അത് വളരെ ശ്രദ്ധിച്ചാൽ നമുക്ക് ആദ്യം തിയറിറ്റിക്കലാണ്. സാഖ്യമായിട്ടാ തുടങ്ങുന്നത്. സാന്ദ്രാനന്ദം, അവബോധാത്മ. ഈ ആനന്ദം യോഗമായി പ്രാക്ടിക്കലായിട്ട് കിട്ടുമ്പോൾ പരമാനന്ദ സന്തോഷലക്ഷ്മിയിൽ അവസാനിക്കുകയും ചെയ്യും. അത്ര ഗംഭീരമായിട്ടൊരു യാത്രയാണ് ഇത് പോകുന്നത്. അപ്പം ഈ എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഈ ശാസ്ത്രം അർത്ഥത്തിൽ പറയാറുള്ള ചിട്ടയായിട്ട് വ്യാകരണത്തോടു കൂടിയിട്ട് അതിൻ്റെ അറിവോട് കൂടിയിട്ട് പദം പിരിച്ച് പഠിച്ച് ആദ്യം എന്താണ് ആ ഋഷി അവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കണ കേവലാർത്ഥം എന്ന് മനസ്സിലാക്കി അതേ ബ്രഹ്മാണ്ടത്തിലേക്കും, അതായത് കോസ്മിക് സ്കെയിലും അതിനെ തന്നെ പിണ്ഡാണ്ടത്തിലേക്കും കൊണ്ടുവരണം. ഇവിടെ എന്താ വെച്ചാൽ പുരാണങ്ങളൊക്കെ പിണ്ഡാണ്ടത്തിന്റെ അർത്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ടാവുക. ഇതിനെ നമ്മൾ അങ്ങോട്ട് ജക്സ്റ്റപ്പോസ് ചെയ്തില്ലെങ്കിൽ, എക്സ്പാൻഡ് ചെയ്തില്ലെങ്കിൽ ഈ പറഞ്ഞ അർത്ഥം ഒന്നും കിട്ടില്ല. ഇപ്പൊ ജഡായു എന്ന വാക്ക് ആയുസ് കട്ട പിടിച്ച് കിടക്കുന്ന അവസ്ഥയുള്ള ഒരാളാണ്. അപ്പോ അവിടെ സാധനം അവിടെ കിടക്കുന്നുണ്ട്. അതൊരു പക്ഷിയാണെന്ന് നിർബന്ധമില്ല. അയാളുടെ ചേട്ടൻ സമ്പാദിക്കും, ഇതിലും പറയാണ്ട് അയാൾ ഇപ്പോഴും ജീവിച്ചിട്ടുണ്ട്.
ഇങ്ങനെ ഇപ്പൊ ഞാൻ അതിനെപ്പറ്റി കൂടുതൽ അല്ലേ അല്ലേ ആത്മാവ് കട്ട പിടിച്ച് കിടക്കുന്ന അതെ. അതേമാതിരി തന്നെ നമ്മൾ ചോദിക്കുന്ന കുട്ടികൾ പോലും ചോദിക്കുന്ന ചില ചോദ്യങ്ങളൊക്കെ ഇപ്പോൾ ഭാഗവതം പോലുള്ളവർ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് ഇപ്പം ഈ പറഞ്ഞ പോലെ നമ്മൾ നോക്കിപ്പോണെങ്കിൽ എത്ര പ്രൊഫൗണ്ട് ആൻസേഴ്സ് ആണ്. അത് സുഗമഹർഷിയുടെ ഒരു പാറ്റേൺ ഓഫ് ടോക്കിംഗ് തന്നെ ശ്രദ്ധിച്ചറിയാം. പരീക്ഷിത് എന്ത് ചോദിച്ചാലും പറയും എടുക്കാൻ നല്ല ചോദ്യം നീ ചോദിക്കണം, ഒരു മോശം ചോദ്യം പറയില്ല. അവസാനം കൊച്ചുകുട്ടികളുടെ പോലെ ഒരു ചോദ്യം ചോദിക്കും. വൃത്രാസുരന്റെ കഥ കൂടെ പറഞ്ഞു കഴിയുമ്പോൾ ചോദിക്കും, ഞാൻ അങ്ങയോട് കാര്യം ചോദിക്കട്ടെ, നാരായണൻ സകല സൃഷ്ടികളുടെയും പിതാവാണ്, എന്നിട്ട് അദ്ദേഹം എന്ത് ഈ ഫേവറിറ്റിസം കാണിക്കണം, ദേവന്മാരെ മാത്രം എന്തുകൊണ്ട് രക്ഷിക്കണം, അസുരന്മാരെ വധിക്കണമെന്ന് ചോദിക്കുമോ? നല്ല ചോദ്യം. എന്നാ പറഞ്ഞത് പണ്ട് നിന്റെ മുത്തശ്ശൻ യുധിഷ്ഠിരൻ ഇതേ ചോദ്യം നാരദ മഹർഷിയോട് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഉത്തരം പറയാന്ന് പറഞ്ഞോണ്ട് നരസിംഹാവതാരം പറഞ്ഞോളൂ. അതായത് എന്താ പറയുക, വേ അത് പ്രസന്റ് ചെയ്ത് പോകുന്നതിൽ തന്നെ നമുക്ക് കാണാം. ഇതിങ്ങനെ വെച്ച് 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 പോകണം. ഓരോ സിമ്പിളും അതിൻ്റെ ഉള്ളിൽ അത് വ്യാസൻ തുടങ്ങി ശുഗൻ തുടങ്ങി ഭീഷ്മർ എല്ലാവരും ഭാഗവത്തിൽ വരുമ്പോൾ സമാധി ഭാഷയിൽ വ്യത്യസ്ത അർത്ഥങ്ങളെ കുറിക്കുന്ന ആൾക്കാർ. ആ ഒരു കീ വെച്ചിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ ഭാഗവതം എത്ര കുഴിച്ചാലും തീരാത്ത അക്ഷയഗനിയായിട്ട് മാറും. ഭാഗവതത്തിനെ ഭട്ടതിരി നോക്കിക്കണ്ട ഭട്ടതിരിയുടെ വ്യാഖ്യാനമാണ് നാരായണൻ. ഭട്ടതിരിയുടെ വ്യാഖ്യാനം നാരായണൻ. അതിൽ തന്നെ നമുക്കിനി കുഴിക്കാനുണ്ട്. എന്നിട്ട് ചെയ്താലും തൃപ്തിയിട്ടില്ലേ? അത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇതായിരുന്നല്ലോ, ജന്മാഷ്ടമി ആയിരുന്നല്ലോ. അപ്പൊ അവിടെ ബ്രൂക്ലിനിൽ മറ്റേ ഇസ്കോൺ ടെമ്പിളിൽ പോയി. അപ്പൊ അവിടെ പ്രഭുപാദന്റെ ഇതിന് മുന്നിൽ അദ്ദേഹത്തിന്റെ എക്സ്പ്ലനേഷൻ ആയിട്ടുള്ള 18 ഭാഗവതത്തിന്റെ ഇത് വോള്യൂംസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ മകനെ കൊണ്ടാണ് പോയത്. അപ്പോൾ അതിനോട് ഞാൻ പറഞ്ഞാൽ 18 നീ കണ്ടോന്ന് ചോദിച്ചു. അത് കണ്ടു 18. അപ്പോൾ അദ്ദേഹം എഴുതിയ ബുക്കാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ആണ്. എന്നിട്ട് ഞാൻ പുറത്ത് വന്നിട്ട് പറഞ്ഞു, ആ ബുക്കിന്റെ ഒരു അബ്രിഡ്ജ്ഡ്, ആ 18 അബ്രിഡ്ജ്ഡ് ആണ് ഇതിന്റെ ഒറിജിനൽ. നാരായണീയം അവൻ മേടിച്ചിരുന്നു, ആമസോണിൽ അവൻ മേടിച്ചു വെച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അതിന്റെ അബ്രിഡ്ജ്ഡ് വേർഷനാണ് ഒറിജിനൽ. അതിനെ ഞാനൊന്ന് പഠിക്കാൻ ശ്രമിച്ചതിൻ്റെയാണ് ഇത് ഈ കാണുന്ന ബുക്ക്. അവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കായിരുന്നു. അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് പഠിച്ചു എന്നുണ്ടോ അതില്ലേനു. കാരണം എഴുതി കഴിയുമ്പോഴാണ് ആദ്യം വായിക്കണം എന്നുള്ള ആ ഒരു ബോധം വരുന്നത്. കാരണം എന്ത് സാധനമാണ് എഴുതി വെച്ചേക്കണം എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ ഇല്ലായ്മയുണ്ട്. എഴുതി കഴിയുമ്പോൾ ഒരു നമുക്കൊരു എംപ്റ്റിനെസ് ഉണ്ട്. എനിക്ക് എല്ലാ ബുക്കും എഴുതുമ്പോഴും അങ്ങനെ ഒരു തോന്നില്ല. അത് തീരുന്നില്ലല്ലോ. കാരണം ഇതിനകത്തുള്ളത് മുഴുവൻ നമുക്ക് ഇംബൈബ് ചെയ്യല് അത്ര എളുപ്പമല്ലാത്തൊരു. അത് അല്ല, അപ്പം ഞാൻ പറഞ്ഞു എന്താണ്, നമ്മൾ ഈ അന്ന് പൂജാ പദ്ധതികൾ അതുപോലെ റിച്വൽസ് കാര്യങ്ങളൊക്കെ വളരെ വളരെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പല പല ദൈവസങ്കല്പങ്ങളും ഡൈറ്റീസ് അനുസരിച്ച്. അതുപോലെ അങ്ങ് അടുത്തിടയ്ക്ക് പറയുകയും ചെയ്തു, ക്ഷേത്ര സമുച്ചയം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കൃതികൾ വഴി എല്ലാം കൂടി ഒരു യൂണിഫൈഡ് മെത്തഡോളജി ആക്കി മാറ്റി ദേശദേവതകളെയും കുലദേവതകളുടെയും ശക്തിയെ തന്നെ അത് ബാധിക്കാൻ സാധ്യത ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം ഈ വിഗ്രഹം ഉണ്ടാക്കിയ സമയത്ത്, അല്ലെങ്കിൽ വിഗ്രഹം കോൺസെൻട്രേറ്റ് ചെയ്ത സമയത്തുണ്ടായ ആ സങ്കല്പത്തിനെ നമ്മൾ നിരാകരിക്കുന്നതിന് അതിന് തുല്യം. അതിൻ്റെ ടേസ്റ്റ് ഇപ്പം ഞാൻ പറയാം, അങ്ങ് ഇപ്പം നാട്ടിൽ ജനിച്ചു വളർന്ന സ്ഥലത്ത് അങ്ങ് ശീലിച്ചിട്ടുള്ളൊരു ഭക്ഷണം, അങ്ങ് കഴിച്ചിട്ടുള്ള അല്ലെങ്കിൽ കളിച്ചു വളർന്നൊരു സാഹചര്യം, അങ്ങേക്ക് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങ് കാനഡയിൽ വന്നു, ഇത്ര വർഷം ഇപ്പം ഗോപിയങ്ങൾ ഇവിടെ വന്നു, എന്തൊക്കെ പറഞ്ഞു. താങ്ക് യു. കുട്ടിക്കാലം തൊട്ടുള്ള ചില രുചികൾ അങ്ങേക്ക് ഇഷ്ടമായി. അതിലായിരിക്കും അങ്ങയുടെ ഹോൾ ഹെൽത്ത് തന്നെ നിൽക്കുന്നത്. അമ്മ തന്നെ ശീലിപ്പിച്ചു. അങ്ങ് ഒരു സുപ്രഭാതത്തിൽ അങ്ങയോട് വന്നിട്ട് പറയണ ഇതേ തരുള്ളൂ, ഇത് കഴിച്ചോളണം. ഇഷ്ടമുണ്ടാവാണ്ട് ജീവസന്ധാരണത്തിന് വേണ്ടി മാത്രം കഴിക്കേണ്ട അവസ്ഥ വരും. തൃപ്തിയോടെ ഇരിക്കില്ല. ചിലപ്പോൾ നമ്മളെ നറിഷ് ചെയ്യുക പോലുമില്ല. ഫുഡ് പാറ്റേൺ നമ്മുടെ മാറിക്കഴിഞ്ഞാൽ ദേവതകളിൽ ഇതാണ് സംഭവിക്കുന്നത്. മന്ത്രം മാറി ജനറലൈസ് ചെയ്യുക. നരസിംഹ ആണെങ്കിലും ഓം നമോ നാരായണായ, വരാഹാണെങ്കിലും ഓം നമോ നാരായണായ. ചോദിച്ചാൽ പറയും കടക്കൽ വെള്ളം ഒഴിക്കല്ലേ വേണ്ടതെന്നൊരു ന്യായം. എന്നാൽ പിന്നെ നമ്മളൊക്കെ തറവാട്ട് പേര് വിളിച്ചാൽ പോരെ. അതെ അതെ, അത് നമ്മളുടെ ഇടയിൽ അങ്ങനത്തെ ഒരു പ്രയോഗമുണ്ട്, എന്തേ കേൾക്കണം എന്നൊക്കെ ചോദിക്കുന്നത്. അതെ, അതുമാതിരി ഭഗവാനെ ആക്കി അത്ര. അപ്പം അവിടെ അങ്ങനത്തെ കുറെ വിഷയങ്ങളുണ്ട് ഇതില്. ഇപ്പം നരസിംഹം തന്നെ എത്ര ആയിരം നരസിംഹങ്ങളുണ്ട്.
യോഗ നരസിംഹം അല്ലേ, അഭയ നരസിംഹം, വിധാരണ നരസിംഹം, എത്രയോ നരസിംഹമുണ്ട്. ഭാവത്തിനനുസരിച്ച് മാറ്റം. മന്ത്രം പിന്നെന്തിനാ ആചാര്യന്മാർ ഇത്രയും ധ്യാനവും മന്ത്രവും വെച്ചത്? അത് അമൃതാനന്ദമയ്യമ്മ അതിനൊരു ആൻസർ പറഞ്ഞത് എനിക്ക് കുറച്ചൊരു സംതൃപ്തി നൽകിയ ഒരു കാര്യമുണ്ട്. ഇത് സമുദ്രത്തിലെ മീനിന് വേണ്ടിയിട്ട് നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അതേസമയം നമ്മൾ വീട്ടിൽ സ്വീകരണ മുറിയിൽ അക്വേറിയം വെച്ച് കഴിഞ്ഞാൽ ആ മീനിന് കൊടുക്കേണ്ട ആഹാരത്തിന് വെള്ളം മാറ്റുന്നതിനൊക്കെ കണക്കുണ്ട്. അത് തെറ്റിയാൽ അതങ്ങ് പോകും. ക്ഷേത്രങ്ങൾ അങ്ങനെയാണ്. അത് ക്ഷേത്രങ്ങളിൽ ഗംഭീരമായിട്ടൊരു ഉദാഹരണം ഞാൻ കേട്ടിട്ടേ ഇല്ല കേട്ടോ. അമ്മ അതുമാതിരി പറഞ്ഞിട്ടുണ്ട്. ആരോ ചോദിച്ചു എന്തിനാണ് ഈ ക്ഷേത്രത്തിലെ ദേവന് രക്ഷ? അപ്പൊ അമ്മ പറഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട ആളും പ്രധാനമന്ത്രിക്ക് എന്തിനാ രക്ഷ? തിരിച്ച് ഏറ്റവും പവർഫുൾ ആളും അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റാത്ത അദ്ദേഹത്തിനെ നമ്മൾ സംരക്ഷിക്കുന്നില്ലേ? അതുമാതിരിയാണ് എന്ന് പറഞ്ഞു. എന്താ പ്രോബ്ലം വെച്ചാൽ വേദാന്തം പറയേണ്ടവിടെ വേദാന്തം പറയില്ല, വേദാന്തം പറയേണ്ട യാതൊരു ആവശ്യമില്ലാത്ത സ്ഥലത്ത് വേദാന്തം പറയും. ഒക്കെ ബ്രഹ്മല്ലേ എന്നൊക്കെ പറയും, വേണ്ട സ്ഥലത്ത് പറയില്ല. ഇതാണ് നമുക്ക് വരുന്ന മിസ്റ്റേക്ക്. അപ്പോൾ എന്താ അമ്മയെ പോലുള്ളവരൊക്കെ ഇത്രയും പറഞ്ഞിട്ടൊന്നും ഇപ്പോഴും തല കയറിയില്ല ആൾക്കാരും കൂടെ. അപ്പോൾ അതിൻ്റെ പ്രശ്നം. പിന്നെ ഞാൻ പറഞ്ഞു ടെംപ്ലേറ്റൈസ് ചെയ്തു, എല്ലാം ടെംപ്ലേറ്റൈസ് ചെയ്തു. ഇപ്പോൾ ഒരു സിസ്റ്റം ഇങ്ങനെ ഒരു പൂജ, ഇപ്പോൾ ഷോഡശോപചാര ഒരു പൂജ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സിസ്റ്റം മൂർത്തിക്കനുസരിച്ച് മന്ത്രം മാത്രം മാറ്റി 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 വയ്ക്കും. ശരിക്കും അങ്ങനെയല്ല. ഇപ്പം എൻ്റെ വീട്ടിലെ രീതിയല്ല ഗോപികളുടെ വീട്ടിലെ രീതി, അങ്ങയുടെ വീട്ടിലെ രീതി. നമ്മുടെ ഓരോ വീടിനും ഒരു ചിട്ടയും ഒരു ക്രമവും നമ്മൾ അനുവർത്തിക്കുന്ന വ്യക്തിപരമായിട്ട് കിട്ടിയ ക്രമമുണ്ട്. ഇത് മുഴുവൻ ഈശ്വരാദികൾക്കും കൊടുത്തിരുന്നു, അത് മുഴുവൻ കാറ്റിപ്പറത്തില്ല. അവിടെയാണ് ഈ പ്രശ്നം വന്നത്. അത് ഓരോ സ്ഥലത്ത് ഇപ്പോഴത്തെ പ്രത്യേകിച്ചും ഈ നമ്മൾ ഇപ്പോൾ ഓണം വരാൻ പോവാണല്ലോ. ഓണത്തോടനുബന്ധിച്ച് എന്തോ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ഞാനൊരു പോസ്റ്റിൽ തന്നെ ഇങ്ങനെ എഴുതി, എൻ്റെ വീട്ടിലൊക്കെ വാമന ജയന്തി മാത്രമേ ആഘോഷിക്കാറുള്ളൂ. ആ സമയത്ത് മഹാബലി ഒരു വിരുന്നുകാരൻ എന്നുള്ള മട്ടിലും. ഇപ്പം അച്ഛനൊക്കെ ഈ തുമ്പക്കുളം കൊണ്ട് മുറ്റത്ത് ഇതൊക്കെ ആടിച്ച് അരിമാവ് കൊണ്ട് ആടി വാമനദേവൻ, പിന്നെ ഇതൊക്കെ കരപ്പനയൊക്കെ വെച്ചിട്ട് അതിന് മുകളിൽ അരിമാവ് കൊണ്ട് ആടി. അത് രാവിലെ ആയിരിക്കും 5-5:30 മണിക്ക്. അത് കഴിഞ്ഞിട്ട് അച്ഛൻ, ഞങ്ങളൊന്നും പുറത്തുണ്ടാവില്ല, അച്ഛൻ നിന്നിട്ട് ഒരു വാലിൽ മുട്ടും. അപ്പം നമ്മൾ അകത്തുനിന്ന് ചോദിക്കണം പുറത്താല. അപ്പം പറയും മഹാവിഷ്ണു എന്ന് പറഞ്ഞിട്ട് അകത്താരാന്ന് വെച്ചാൽ ദേവി എന്ന് പറഞ്ഞിട്ട് നമ്മൾ തുറന്ന് വിളക്ക് എടുത്ത് അങ്ങനെ ഒരു ചടങ്ങൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഒരു ഫേസ്ബുക്ക് പോസ്റ്റോ എന്തോ എഴുതി കഴിഞ്ഞപ്പോഴേ ഇതൊക്കെ സംഖ്യകളുണ്ടാക്കും. ഞാൻ പറഞ്ഞു എന്ത് സംഖ്യകൾ, എൻ്റെ വീട്ടിലെ അനുഭവം എന്ത്, വേറെ ആരും പറഞ്ഞുണ്ടാകേണ്ട കാര്യമില്ല. എൻ്റെ ഞങ്ങൾ വളർന്നപ്പോൾ വാമന ജയന്തി തന്നെയാണ് എന്ന് വെച്ചാൽ മഹാബലിയോട് ബഹുമാനം ഇല്ലാണ്ട് അല്ല. ശ്രീരാമന് പോലും യോഗാസനത്തിൽ പറയുന്നത് നീ മഹാബലിയെ പോലെ മഹാനാവൂ എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആവർത്തിയില് ഈ ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം ചെയ്ത ഏക ആളാണ് മഹാബലിയാണ്. ഏറ്റവും ഉയർന്ന ഭക്തി. പക്ഷെ അതിന് ഈ വാമനദേവനെ ഇടിച്ചു താത്തേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് അതൊക്കെ ഒരു പൊളിറ്റിക്കൽ പരിപാടിയാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ. ഇങ്ങനത്തെ സെക്ടേറിയൻസും ഇതിൽ ഏറ്റവും വലിയൊരു കോമഡി എന്ന് വെച്ചാൽ ഈ മലയാളി മഹാബലിയുടെ ഉടമസ്ഥാവകാശം എടുത്തത്. പരശുരാമന്റെ അവതാരം ഉണ്ടാവുന്നത് വാമനാവതാരം കഴിഞ്ഞിട്ടാണ്. അപ്പോഴേക്കും മഹാബലി പോയി കഴിഞ്ഞു എന്ന് വേണം നമുക്ക് സങ്കല്പിക്കാൻ. പിന്നെ എവിടെ കേരളം ഭരിച്ചത്? പിന്നെ എൻ വി കൃഷ്ണമാരെ പോലുള്ള മഹാത്മാക്കൾ കണ്ടു. അദ്ദേഹം പറഞ്ഞു സുമേറിയ ഭാഗത്തൊക്കെ ജീവിച്ചിരുന്ന ഒരാളായിരിക്കാം. പിന്നത്തെ സെക്കൻഡ് തിയറി നർമ്മദയാണ്. കേരളത്തിലേക്ക് വന്നിട്ടില്ല. പിന്നെ അതിനകത്തുള്ള അവിടുന്ന് കുടിയേറി ഒരു ജനവിഭാഗം കൊണ്ടുവന്ന ഓർമ്മയാണെന്നാ പറയണത്. അത് പ്രാചീന മലയാളത്തില് ഇതേപ്പറ്റി ഒരു ലേഖനമുണ്ടെന്ന് തോന്നുന്നു. അത് ഈ നമ്മുടെ ഇതായിട്ടുള്ള അദ്ദേഹം പരശുരാമസങ്കല്പത്തെ പറ്റി ചട്ടവിഷയങ്ങൾ വളരെ നക്ഷികാന്തം ഖണ്ഡിക്കുന്നുണ്ട്. നമ്മുടെ സങ്കല്പം ശരിയല്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു കാര്യം ചോദിക്കാറുള്ളത്, ഈ പുരാണങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അത് വായിക്കുകയും പറയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇത് ഓർമ്മിച്ച് വെക്കുന്നതിന് അതിൻ്റെ ഒരു രീതി എങ്ങനെയാണ്? കാരണം വല്ലപ്പോഴും ഒന്നും നോക്കലില്ലേ കഥകളും കാര്യങ്ങളും, അതിങ്ങനെ തുടർച്ചയായിട്ട് വലിയ ആ വരുണയാണത്. അത് സത്യം പറഞ്ഞാൽ ഇതിൽ പലതും ഞാൻ ഏതോ കാലത്തൊക്കെ വായിച്ചാണ്, ഒന്നും ഓർമ്മ. ഇതെന്താ ഇത്രയേ ഉള്ളൂ സുമാർ സാർ, നമുക്കിപ്പോൾ താല്പര്യമുള്ളത് ഓർമ്മ.
ഇപ്പം ചില ആൾക്കാർക്ക് ആരുടെ പേര് ഓർമ്മ നിൽക്കും, കാർ നമ്പർ, ഫോൺ നമ്പർ ഒക്കെ ഓർമ്മ നിൽക്കും. എനിക്കിതൊന്നും ഓർമ്മ നിൽക്കില്ല. എനിക്കിതൊക്കെ ഓർമ്മ നിൽക്കും. ഓരോരുത്തർക്കും ഓരോ എനിക്ക് താല്പര്യമുള്ളതുകൊണ്ട് ഓർമ്മ നിൽക്കും. അല്ല ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ദേവി ഭാഗവതത്തിന്റെ അത്രയും ബൃഹത്തായ ഒരു സംഗതി ശരത്ജി 9 ദിവസം തുടർച്ചയായിട്ട് 8-9 മണിക്കൂർ പ്രസംഗിച്ച് കഥയായിട്ട് വായന മറ്റേ ഇത് വായിക്കല് കുറവായിരുന്നു, പക്ഷെ കഥാകഥനമായിട്ട് അത് അങ്ങനെ അതിൻ്റെ ചെയ്ത് ഇല്ല. കഥാകഥനങ്ങളൊക്കെ ശിവപുരാണം കഥാകഥനം ആദ്യമായിട്ടായിരുന്നു, ഭാഗവതം കഥാകഥനം ആദ്യമായിട്ടായിരുന്നു, ദേവിഭാഗവതം കഥാകഥനം. അല്ല അപ്പൊ അതിങ്ങനെ തുടർച്ചയായിട്ട് പറയാന്ന് വെച്ചാല് ഞാൻ ഇത് വായിക്കല്ലോ ചെയ്യുന്നത്. ഇത് പിന്നെ അങ്ങ് പറയുണ്ടായി ആ ബുക്ക് എപ്പോഴും ചെറുപ്പകാലത്ത് എവിടെ പോയി അങ്ങനെ വാങ്ങിണ്ടായ ബുക്കാണെന്ന് പറയുകയും ചെയ്യും. വളരെ വർഷങ്ങൾക്ക് മുമ്പ്. അതിപ്പോൾ പലപ്പോഴും എനിക്ക് ഒരു നമ്മൾക്ക് എന്താ പറയുക ഓരോ വയസ്സസ് ഉള്ളത്. എൻ്റെ വയസ്സ് എന്ന് പറഞ്ഞാൽ പുസ്തകം വാങ്ങലാണ്. അപ്പോൾ അമ്മയൊക്കെ പണ്ട് പറയും ഇവൻ വീട്ടിലുള്ള ഒരു കല്യാണം കഴിഞ്ഞാൽ തിന്നാൻ കൊടുക്കുന്ന പുസ്തകം കടലാസൊക്കെ ആയിരിക്കും, ഏത് നേരവും പുസ്തകം വാങ്ങണം. കാരണം ഞാൻ IT വന്നപ്പോഴും ലൈക്ക് പിന്നെ ഏണിങ് റിയലി വെൽ ഓൾസോ എനിക്ക് ആകെയുള്ള ചിലവ് ഈ പുസ്തകം വാങ്ങല. ഞാൻ എഴുതി വരുത്തും, പിന്നെ അങ്ങനെ അന്വേഷിച്ച് കണ്ടുപിടിച്ചു. ഈ ബുക്കുകളൊക്കെ വാങ്ങി വെച്ചിട്ട് ഞാൻ തന്നെ ചിലപ്പോൾ ആലോചിക്കും ഇത്രയൊക്കെ വായിച്ച് നമ്മൾ കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കില്ലേ, ഇത് മുഴുവൻ പൊളിച്ച് കളയേണ്ടി ഇനി തലേന്ന് വായിക്കാനും ചിലപ്പോൾ സമയമില്ല. പക്ഷേ ഈ ബുക്കൊക്കെ എന്ത് ചെയ്യും ഒരു ചിന്ത ഉണ്ടായിരുന്നു. പക്ഷെ ഇത് നമ്മുടെ സ്ക്രിപ്റ്റ് അല്ലല്ലോ ഭഗവാന്റെ സ്ക്രിപ്റ്റ്. ഭഗവാൻ ഇത് വേറെ കാലത്തേക്ക് വേണ്ടിയിട്ട് എടുത്തു വെപ്പിച്ച പോലെയായിട്ട് മാറി. ഇതിപ്പോൾ ഇന്നലെ മിനിസ്റ്റർ ചോദിച്ചുല്ലോ ഫാദർ ക്യാമിൽ ബുർക്കയുടെ ഈ രാമായണത്തിന്റെ ബുക്ക് അവർക്ക് ഹിന്ദി കിട്ടിയാൽ മതി. മണ്ണടി ഹരിചേട്ടൻ അങ്ങനെ പറഞ്ഞു. അപ്പോൾ മിനിസ്റ്റർ ചോദിച്ചു ഇങ്ങനെ എനിക്ക് ആ ബുക്ക് കിട്ടിയാൽ കൊള്ളാം. അപ്പോൾ എൻ്റെ അടുത്ത് ഇംഗ്ലീഷ് കിട്ടി. അപ്പോൾ ഇംഗ്ലീഷിലുണ്ട്, ബട്ട് ഐ വുഡ് പ്രിഫർ ഇറ്റ് ഇൻ ഹിന്ദി എന്ന് പറഞ്ഞു. അപ്പോൾ ഹിന്ദിന്ന് പ്രിന്റ് പോലും ഉണ്ടോയെന്ന് അറിഞ്ഞില്ല. ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ എൻ്റെ ക്ലൗഡിൽ ഉണ്ടെങ്കിൽ ഞാൻ ഇംഗ്ലീഷ് അയച്ചു തരാം മാഡത്തിനെന്ന് പറഞ്ഞു. ഞാൻ അവിടെ തന്നെ ഇരുന്ന് നോക്കിക്കൊണ്ടിട്ട് ഹിന്ദി ഇരിക്കുന്നു. ഏതോ ഒരു കാലത്ത് ഞാൻ എടുത്ത് സൂക്ഷിച്ചു വെച്ചത് ഹിന്ദി ഇരിക്കുന്നു, രാം കഥ എന്ന് പറഞ്ഞിട്ട് അതിരിക്കുന്നു. അല്ല ഞാൻ പറഞ്ഞ ആർക്കെങ്കിലും ഒക്കെ ഉപയോഗിക്കുമല്ലോ, നമുക്കറിയാം. അല്ല അതെ മെമ്മറിയുടെ വിഷയം അതാണ്. പിന്നെ മഹാത്മാക്കൾ വലിയ ആൾക്കാരുടെ അതിൻ്റെ ഒന്നും നമുക്ക് അവകാശപ്പെടാനില്ല. പക്ഷെ എനിക്ക് ഉള്ളൊരു അനുഭവം ഞാൻ വേറൊരാളുടെ കഥയിൽ അനുഭവിച്ച് പഠിച്ച്, അതായത് ഈശ്വര അപ്പം അങ്ങനെ ഉണ്ടാവാം എന്ന് മനസ്സിൽ തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കഥ കേട്ടിട്ട് ഇതാണ് സംഭവിക്കണത് എനിക്ക് എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. ഈ വിവേകാനന്ദ സ്വാമികൾ അസുഖമായിട്ട് അദ്ദേഹം ഡാർജിലിംഗിൽ ഇവിടെ കുറച്ച് സമയത്ത് ഇതിനെ കൊണ്ട് താമസിപ്പിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം മഹേന്ദ്രലാൽ സർക്കാർ ഡോക്ടർ ഉണ്ടായിരുന്നല്ലോ, അദ്ദേഹം ആണോ തോന്നുന്നു എന്തോ ഒരു സംശയം ചോദിച്ചു അത്രേ സ്വാമിജിയുടെ അടുത്ത്. സ്വാമിജി ഭയങ്കര പ്രൊഫൗണ്ടായിട്ട് പറഞ്ഞു കൊടുത്തിട്ട് പെട്ടെന്ന് പക്ഷേ സ്വാമിജിക്ക് അത് കംപ്ലീറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല. അത് മഹേന്ദ്രലാൽ സർക്കാരിന് പോണ്ടി വരുന്നത് ചെയ്തു. അത് കഴിഞ്ഞിട്ട് 3-4 മാസം കഴിഞ്ഞിട്ട് മഹേന്ദ്രലാൽ സർക്കാർ കണ്ട ഉടനെ ഫസ്റ്റ് ചോദിച്ചു സ്വാമിജി അന്ന് പറഞ്ഞു തന്നാൽ എനിക്ക് ബാക്കി പറഞ്ഞു തരാൻ പറഞ്ഞു. എന്താ പറഞ്ഞു തന്നെന്ന് ചോദിച്ചു. അല്ല അന്നേക്ക് ഓർമ്മ എനിക്ക് ഓർമ്മയില്ല ഡോക്ടർ. കാരണം ആത്മാർത്ഥതയോടുകൂടി ഒരാൾ ചോദിക്കുമ്പോൾ ആ വ്യക്തിക്ക് വേണ്ടി പ്രപഞ്ചത്തിൽ ഏതോ ഒരു സ്രോതസ് ഒരു കണക്ഷൻ വരുന്നത്. നമ്മൾ വെറും ഒരു പൈപ്പ് മാത്രമാണ്. ഗുരുവായൂരപ്പ സത്യമായിട്ടും ഇതാണ് എൻ്റെ അനുഭവം കുട്ടിക്കാലം തൊട്ടിട്ട്. അപ്പോൾ പലരും അത് കഴിഞ്ഞിട്ട് വന്ന് ചോദിക്കും നീ ഇപ്പോൾ നേരത്തെ അങ്ങനെ പറഞ്ഞില്ല. ഞാൻ എനിക്ക് ഓർമ്മയില്ല. ഇതിപ്പോൾ പ്രഭാഷണം കഴിഞ്ഞാൽ ഇന്നും ഞാൻ അനുഭവിക്കുന്ന ഒരു സംഭവമാണ്. പ്രത്യേകിച്ച് ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അത് കഴിഞ്ഞ് വന്നിട്ട് ഒരാൾ പോകും എൻ്റെ അടുത്ത് വന്ന് സദസ്സെന്ന് ചോദിക്കുന്നത് ശരത്ത് നേരത്തെ പറഞ്ഞില്ലേ, സോറി എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. സത്യം എനിക്ക് ഓർമ്മ കിട്ടില്ല. ഇതുകൊണ്ടൊരു ഗുണമുണ്ട്, അറിവ് ഭാരാവില്ല. അറിവ് ഭാരമായ അതിനോളം വൃത്തിയോട് വേറൊന്നുമില്ല. തലെപ്പോഴും പൊള്ളയിട്ടിരിക്കുന്നത് നമുക്ക് ഏറ്റവും നല്ല ജിദ്ദു കൃഷ്ണമൂർത്തി പറഞ്ഞ അൺലേണിംഗ് ഇസ് ദ ഗ്രേറ്റസ്റ്റ് ലേണിംഗ്, ഫ്രീഡം ഫ്രം ദ നോൺ. അറിയുന്നതിൽ നിന്നുള്ള മോചനം. ഞാനത് കുറെ അത് വായിച്ചിട്ട് ഞാനൊരു പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ എഞ്ചിനീയറിംഗായിട്ട് പഠിക്കുമ്പോഴാണ് ഞാൻ വിചാരിച്ചത് എന്തൊരു വിട്ടുതരാ, അറിയുന്നത് മോചനം, അറിവല്ലേ, അറിവാണ് മോചനം എന്നാണ് നമ്മുടെ. അത് രണ്ട് തലമാണെന്നുള്ളത് അന്ന് മനസ്സിലായില്ല. അല്ല അറിവിന്റെ കാര്യം ഇപ്പോൾ നമ്മൾ അറിവാണല്ലോ, മറ്റേ നാരായണ ഗുരുവിന്റെ അറിവാണ് ഇപ്പൊ ഞങ്ങളുടെ മറ്റേ ഇതിൽ പഠിക്കുന്നത്. അപ്പോൾ അത് അറിവ് ഭാരം എന്നുള്ളതിന്റെ ഒരു ഇത്. അപ്പോൾ നമ്മൾ ഈ അതായത് ഗീതയിലുള്ള സൂചന വെച്ചിട്ടുണ്ട്, എല്ലാ മഹാഗുരുക്കന്മാരും നമ്മളെ പ്രചോദിപ്പിക്കാനും വഴികാട്ടികളാവാനും ഒക്കെ നല്ലത്. അതിനാണ് വ്യതിരിച്ചിട്ടുള്ളതും വന്നിട്ടും ബ്രഹ്മം പല രൂപത്തിൽ വന്നിരിക്കുന്നു. പക്ഷേ ആര് നമ്മളെ വളർത്തും,
നമ്മളെ വേർത്തുള്ളൂ. ഇത്രയും ആത്മാർത്ഥമാണ്. അതെ, അത് അത് കൃഷ്ണൻ പറഞ്ഞു, ഭഗവാൻ പറഞ്ഞു വെച്ചിട്ട് അപ്പുറത്തേക്ക് അപ്പില്ലേ അല്ലേ? ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് യഥേച്ഛസി തഥാ ഗുരു. അതായത് നീ സ്വന്തമായിട്ട് ഉയർത്തി എന്താ വെച്ചാൽ ചെയ്തോളൂ. ഇപ്പൊ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കർമ്മത്തിൽ പ്രവേശിക്കരുത്, വേറൊരുത്തന്റെ കർമ്മത്തിൽ പ്രവേശിക്കണം. നമ്മൾ നീ ഇന്നത് ചെയ്തോളാം എന്ന് പറഞ്ഞാൽ അതെ, മാത്രമല്ല വെച്ചു കൊടുക്കുകയാണ്. ഓരോ മനുഷ്യന്റെയും ഭാഗതയെ അവനവൻ നിർണ്ണയിക്കേണ്ടതാണ്. അത്ര ഭംഗിയായിട്ടാ ഭഗവാന്റെ മുകളിൽ ഒരു സൈക്കോളജിസ്റ്റ് സൈക്കാട്രിസ്റ്റിനെ കാണില്ല എന്ന് പറയില്ലേ. അപ്പോൾ ഈ ഒരു ഉത്തരേതാത്മനാത്മാനം നോട്ടില് ശരത്ജി ഇത്രയും സമയം നമ്മളിവിടെ KHNയുടെ 25ാം വാർഷികത്തിൽ പങ്കെടുക്കുകയാണ്. ശരത്ജിയുടെ സാന്നിധ്യം കൊണ്ട് വളരെയധികം സമ്പന്നമായി ഇത് നമുക്ക് വേണ്ട രീതിയിൽ മറ്റ് പ്രഭാഷണത്തിൻ്റെ ഒരു സ്ഥലത്തിൽ അങ്ങയെ ആദരിക്കാനോ സ്വീകരിക്കാനോ ഉള്ള ഒരു സമയം, ഒരു സൗകര്യം ഇവിടുത്തെ ചുറ്റുപാടിലുണ്ടായില്ല. അതിൽ നമുക്ക് ഒരു മനസ്സാവേണ്ട, പക്ഷെ പിന്നെ ഒരു സ്വകാര്യമായ ഒരു സന്തോഷമുണ്ട്. ഇപ്പം അങ്ങയുടെ കൂടെ ഇത്ര സമയം ചെലവഴിക്കാൻ പറ്റി. അങ്ങയുടെ ഞാൻ ഇപ്പൊ എനിക്ക് പുതുതായിട്ട് തോന്നില്ല, കാരണം ഞാനിങ്ങനെ കേട്ടിരിക്കുന്നതുകൊണ്ട് അങ്ങനെ തോന്നില്ല. അപ്പൊ അതില് വലിയ സന്തോഷം. മാത്രമല്ല എൻ്റെ ഗുരുസ്ഥാനീയനായ ഗോവിച്ചേട്ടനുണ്ട്. അപ്പോൾ എനിക്ക് വളരെ മനസ്സുകൊണ്ട് അടുത്തുള്ള അല്ല ഓരോരുത്തരും കൂടെ ഇത് കാണുമല്ലോ. ഞാൻ പണ്ടൊരു പാട്ട് എഴുതുന്നു, കണ്ണനൊരു കണ്ണാടി പോലെ. കാരണം നമ്മൾ എന്താ കാണാൻ ഉദ്ദേശിക്കുന്നത് റിഫ്ലക്ട് ചെയ്ത് വരും. അപ്പൊ അങ്ങനെയുള്ള പിന്നെ അച്ഛൻ്റെ ഒരു അനുഗ്രഹം ഉണ്ട്, നിനക്ക് സത്സംഗം മുട്ടില്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് സത്യമായിട്ട് മുട്ടും. അത് ഈ അങ്ങ് പറഞ്ഞ പോലെ ഹരിനാമകീർത്തനം പാടിക്കൊണ്ട് അച്ഛൻ രാവിലെ ഇങ്ങനെ നടക്കും. രാവിലെ സ്വന്തമായിട്ടൊരു കട്ടൻ കാപ്പിയൊക്കെ ഉണ്ടാക്കണം, അമ്മയെ എണിപ്പിക്കില്ല, സ്വന്തമായിട്ട് ഉണ്ടാക്കി ഇങ്ങനെ നടന്നിട്ട് ഇങ്ങനെ ആനന്ദ അച്ഛൻ്റെ ഒരു വേറെ താളമൊക്കെ വരും, അതൊക്കെ വെച്ച് ഇങ്ങനെ. അപ്പൊ അതിൻ്റെ ഒരു അനുഗ്രഹം ഉണ്ട്. അപ്പൊ ഇടയ്ക്ക് ഇപ്പൊ അതിൻ്റെ ഒരു അനുഗ്രഹം നമ്മുടെ മനസ്സിൽ. അപ്പോ അങ്ങനെ ഇപ്പൊ അപ്പൊ അതിനും പ്രായം കൊണ്ട് ചെറുപ്പമാണെങ്കിലും ഞാനും കൊണ്ട് അങ്ങനത്തെ